നമുക്കിനി കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡോബറൈനർ ട്രയാഡ്? ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ആണ്, കാൽഷ്യം സ്ട്രോൺഷ്യം ബാരിയം ആണ്, ലിഥിയം സോഡിയം പൊട്ടാസ്യം ആണ്, അയൺ കൊബാൾട്ട് നിക്കൽ. ഇതാണ് ഉത്തരം. ഇത് ഡോബറൈനർ ട്രയാഡ് അല്ല. ഇത് എന്താണ്? ഇത് ട്രാൻസിഷൻ ട്രയാഡ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിലും തന്നെ ഡോബറൈനർ ട്രയാഡിൽപ്പെട്ട ആളല്ല. സോ ആൻസർ ഈസ് ലാസ്റ്റ് വൺ. ദ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 100 വാസ് നെയ്മഡ് ഇൻ ഹോണർ ഓഫ്. ഏതാണ് അറ്റോമിക് നമ്പർ 100 ഉള്ളത്? ഞാൻ പറഞ്ഞിരുന്നു ഫാൻസി നമ്പർ കാണാൻ പഠിക്കണം എന്നല്ലേ. അറ്റോമിക് നമ്പർ 100 ആയിട്ടുള്ളത് ഹെൻറിക്കോ ഫെർമിയുടെ പേരിലുള്ള ഫെർമിയം എന്ന ആറ്റാണ്. അതിൻ്റെ ഇത് ഇൻ ഹോണർ ഓഫ് ഫെർമിയാണ്. സോ ദ ഓപ്ഷൻ ഈസ് ഫസ്റ്റ് വൺ. Then the element which occupies the peak of the atomic volume curve. ഓർമ്മയുണ്ടല്ലോ, പീക്കിൽ ആൽക്കലി മെറ്റലാണെന്ന് പറഞ്ഞത്. സോ ദ ഓപ്ഷൻ ഈസ് ഇത് ഹാലോജൻ ആണ്. യെസ്, ഹിയർ ഇസ് ദ സെക്കൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് എലമെന്റ് വാസ് നെയ്മഡ് ആസ് ഏക സിലിക്കൺ ബൈ മെൻഡലീഫ് ഇൻ ക്ലാസിഫിക്കേഷൻ? ഏക സിലിക്കോൺ ഏതാണ്? ഏക സിലിക്കോൺ ജെർമേനിയം, ഏക ബോറോൺ സ്കാൻഡിയം, ഏക അലൂമിനിയം ഗാലിയം. സോ ദ ആൻസർ ഈസ് സെക്കൻഡ് വൺ. നെക്സ്റ്റ്, which of the following sets of atomic number belongs to that of alkali metals? ആൽക്കലി മെറ്റലിൽ പെട്ടത് ഏതാണെന്ന് നമുക്കൊരു കാര്യം ചെയ്താൽ മതി. എന്ത്? ഏതെങ്കിലും ആൽക്കലി മെറ്റലിൽ ഒരെണ്ണത്തിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് എന്തായാലും അറിയുമല്ലോ. അത് വെച്ച് ബാക്കി നമ്മൾ എഴുതി വെക്കുക. അറ്റോമിക് നമ്പർ ലിഥിയം 3 ആണ്. ഈ 3ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 8 കൂട്ടിയാൽ അടുത്തത് കിട്ടും. അതിലേക്ക് 8 കൂട്ടിയാൽ അടുത്തത് കിട്ടും. എത്രയാണത്? അതിലേക്ക് 18 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത കിട്ടും. 18 37. അതിലേക്ക് വീണ്ടും 18 കൂട്ടുക. 37 10 47 8 55 അല്ലേ? 55. അതിലേക്ക് വീണ്ടും കൂട്ടേണ്ടത് 32 ആണ്. 32 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക 87 ആണ്. ഇതാണ് അറ്റോമിക് നമ്പർ ഓഫ് ആൽക്കലി മെറ്റൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആ നമ്പറുകളായിട്ടുള്ള 2, 8, 18, 32 ഇവ 2 പ്രാവശ്യം വീതം കൂട്ടുക. 8 8 18 18 32 32 കണ്ട ഇങ്ങനെ കൂട്ടുകയാണ് ചെയ്യുക. റൈറ്റ്? ഇങ്ങനെ 32 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത എലമെൻറ്റ് കണ്ടെത്തും. അതിപ്പോൾ എന്താ? ഇതിപ്പോൾ ഫ്രാൻസി അല്ലേ? ഇതിപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. 1 2 3 4 5 6 7 ഓൾറെഡി ആയി. ഇനി ഇതിലേക്ക് 32 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 119 ആയിരിക്കും. അതാണ് അടുത്ത എലമെൻറ്റ്, 8ാമത്തെ സീരീസിലെ എലമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഇപ്പോൾ പറയാനുള്ളത്? ഇതിലിപ്പോൾ ഏതാണ് ആൽക്കലി മെറ്റലിൽ പെട്ടതെന്ന് അല്ലേ? യെസ്, ഇതിൽ 37 ഉണ്ട്, 19 ഉണ്ട്, 3 ഉണ്ട്, 55 ഉണ്ട്. തന്നെ ശരിയാണല്ലോ, ഒന്നെ ശരിയാണ്. ഇതിപ്പോൾ ആൽക്കലി മെറ്റൽ ഏത് ഗ്രൂപ്പാണെങ്കിലും ഏത് ഗ്രൂപ്പിലെയും ഫസ്റ്റ് മെമ്പറിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെയാണ്? ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇതെല്ലാവർക്കും അറിയാലോ. പിന്നെ അതിലേക്ക് മാജിക് നമ്പറുകൾ കൂട്ടിയിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഹിയർ ദ ആൻസർ ഈസ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ്, ദ എലമെന്റ് ഓഫ് ഗ്രൂപ്പ് 1 2 3 13 14 15 and 17 ആർ കളക്റ്റീവ്ലി കോൾഡ് ട്രാൻസിഷൻ മെറ്റൽസ്. നോബിൾ ഗ്യാസുകളെ ട്രാൻസിഷൻ മെറ്റൽ അല്ല, വെരി സോറി, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്. നോബിൾ ഗ്യാസിനെ ഉൾപ്പെടുത്തില്ല കേട്ടോ. ഗ്രൂപ്പ് 1ഉം 2ഉം പിന്നെ 13 മുതൽ 17 വരെയുള്ള ആളുകളെയാണ് എന്ത് വിളിക്കുക? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുക. The elements, next question, the elements belonging to same group is, again same question ആണ് വന്നിട്ടുള്ളത്. നമുക്ക് 12 എന്ന് പറയുന്നത് ആരാ? 12, അതിന് നേരെ 4 ഉണ്ട്, പിന്നെ 38 88. ഓപ്ഷൻ ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് തന്നെയാണ്. ഞാൻ ഓപ്ഷൻ 1 തന്നെ അനലൈസ് ചെയ്തിട്ട് ബാക്കിയിലേക്ക് പോകാം. ഓപ്ഷൻ ഇത് 4 എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ആള്? ഇത് ബെർലിയം ആണ്, അഥവാ ഇറ്റ് ബിലോങ്സ് ടു സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ? ഇതിലേക്ക് കൂട്ടിക്കോ 8 8 4 12. ഇത് ശരിയായി. ഇതിലേക്ക് പിന്നെ കൂട്ടേണ്ടത് എത്രയാണ്? ഇതിലേക്ക് പിന്നെ കൂട്ടേണ്ടത് 8 ആണ്. അപ്പോൾ എന്താ കിട്ടുക? 20 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു 20 ഉണ്ട് കേട്ടോ. 20ലേക്ക് പിന്നെ കൂട്ടേണ്ടത് 18 ആണ്. ആ 18 കൂട്ടിക്കഴിഞ്ഞാൽ 38 കിട്ടും. 38ലേക്ക് വീണ്ടും കൂട്ടേണ്ടത് 18 ആണ്. 38ഉം 46 56 കിട്ടും. 56ലേക്ക് പിന്നെ കൂട്ടേണ്ടത് 32 ആണ്. 32 കൂട്ടിക്കഴിഞ്ഞാൽ 88 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതന്നെ ശരിയാണ്. ഒന്നുകൂടെ നമ്മളോട് ഗ്രൂപ്പിലെ മൊത്തം എലമെൻറ്റ് തരാതെ 4 തന്ന് 12 തന്ന് പിന്നെ തരാതെ കുറേ സ്പേസ് വിട്ടിട്ട് 38 തന്ന് പിന്നെ കുറേ സ്പേസ് വിട്ട് 88 തന്ന്. അപ്പോൾ നമുക്കറിയാം ഈ ഡിഫറൻസ് 8 ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് 8 ആയിക്കഴിഞ്ഞൊരു സാധനം ഇവിടെ വരാനുണ്ട്. അതിലേക്ക് 18 കൂട്ടിയിട്ട് ഈ സാധനം കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. കിട്ടുന്നുണ്ട്. അതിനർത്ഥം എന്താ? ശരിയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ട്രാക്കിൽ തന്നെയാണ്. റൈറ്റ് ഓപ്ഷൻ ഫസ്റ്റ് വൺ. മനസ്സിലാവുന്നുണ്ടല്ലോ?
Next question. Which of the following is a defect in the Mendeleev's periodic table? Position of alkali metal alla, position of transition metal alla, position of isotopes. Third one. Then element with atomic number 35 belonging to 35 എന്ന് പറയുമ്പോൾ 36 നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ കാണാൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ട് ബാക്കിലല്ലേ 35 വരിക. അപ്പോൾ ഏതാവും? തേർഡ് ഗ്രൂപ്പ് ആവുമോ? 18th ആണല്ലോ നോബിൾ ഗ്യാസ്, 17th ഗ്രൂപ്പ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർ ടു ദ ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ദ വാല്യൂ ഓഫ് സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ആൻഡ് പോസിറ്റീവ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐസോ ഇലക്ട്രോണിക് അയോൺസ് ഹാവ് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ അയണൈസേഷൻ എനർജി ഏറ്റവും കുറവാർക്കാണെന്ന് നോക്കൂ. ഇത് പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ന്യൂക്ലിയർ ചാർജ് ദാറ്റ് ഈസ് Z എഫക്റ്റീവ് വളരെ കൂടി നിൽക്കുകയാണ്. ഇതാണെങ്കിൽ 2 പോസിറ്റീവ് ചാർജ് അടുക്കേ വേണ്ട, മൂന്നാമത്തെ ഇലക്ട്രോൺ ഒരിക്കലും കിട്ടില്ല. ബിക്കോസ് ഇവരൊക്കെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലാണ് ഉള്ളത്. ഇയാളടുത്ത് ഒരു ഇലക്ട്രോൺ എക്സസ് ആണ്. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എത്തിയിട്ടുണ്ടെങ്കിലും ഒരു ഇലക്ട്രോൺ നെഗറ്റീവായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ പവറിനേക്കാളും ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ടെന്ന്. ഇവിടെയാണെങ്കിലോ 2 ഇലക്ട്രോൺ കൂടുതലുണ്ട്. സോ ഗ്രേറ്റർ ദ നെഗറ്റീവ് ചാർജ് ഈസിയർ ദ റിമൂവൽ ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് റിക്വയർ ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് എനർജി? നോക്കാം. അലൂമിനിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കിട്ടാനാണോ, Al2+ നിന്ന് ഒരു ഇലക്ട്രോൺ കിട്ടാനാണോ, Al+ നിന്ന് 2 ഇലക്ട്രോൺ കിട്ടാനാണോ, എല്ലാ പ്രോസസ്സിനും സെയിം എനർജി ആണോ എന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ട് കഴിഞ്ഞാൽ Al+ ആവും. അത് ഫസ്റ്റ് അയണൈസേഷൻ എനർജിയാണ്. ഇത് ഫസ്റ്റ് അയണൈസേഷൻ എനർജിയാണ്. Al2+ നിന്ന് Al3+ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേർഡ് അയണൈസേഷൻ എനർജിയാണ്. Al+ Al2+ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് അയണൈസേഷൻ എനർജിയാണ്. നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഏതാ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? ഇത് എന്താ ഓർഡർ? IE3 greater than, IE2 greater than, IE1. So the right option is second one. എന്ത് എളുപ്പമാണതൊക്കെ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾ ഹൈഡ്രജനും S ബ്ലോക്കും P ബ്ലോക്കും പഠിക്കുമ്പോൾ പിന്നെ ഈ പാഠത്തിൽ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ നമ്മൾ അവിടത്തോട് ഇവിടുന്ന് സെറ്റാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇനി നിങ്ങൾ ആ പാഠമൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് പുതുമയില്ലാതെ തോന്നുകയും എളുപ്പത്തിൽ അതിൻ്റെ തിയറട്ടിക്കൽ പാർട്ടിലേക്ക് കടക്കാൻ പറ്റുകയും ചെയ്യും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. 13th question. Which of the following process refers to IE2? നോക്കൂ, ഞാൻ അത് ക്ലാസ് എടുത്ത സമയത്ത് തന്നെ നല്ലോണം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. X എന്ന ഗ്യാസ് X2+ എന്ന ഗ്യാഷ്യസ് അയോൺ ആകുന്ന പ്രോസസ്സ് IE1+ IE2 ആണ്. X+ എന്നുള്ളത് X2+ ആവുന്നത് ഈ പറഞ്ഞ മാതിരി IE2 ആണ്. X+ X2+ ആവുന്നതോ ഇത് അക്വസ് ആണ്. ഇത് IE1 അല്ല, IE2 അല്ല. ഇത് 2 പ്രോസസ്സ് ഉണ്ട്. ഈ അക്വസ് എന്നുള്ളത് X ഗ്യാസ് ആയിട്ട് മാറിയിട്ട് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ, ഇതാണ് ശരിക്കും എന്ത് IE2. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. X ഗ്യാസ് ആകുന്നത് IE1 ആണ്. കണ്ട, അപ്പോൾ ഇവനാണ് പ്രശ്നക്കാരൻ. അക്വസ് അല്ല, ആരായിരിക്കണം? ഗ്യാഷ്യസ് അയോണായിട്ട് മാറണം, അല്ലെങ്കിൽ ഗ്യാഷ്യസ് ആറ്റം ഗ്യാഷ്യസ് അയോണായിട്ട് മാറണം. ഇവിടെ ഒരാൾക്ക് 2 ചാർജ് ഉണ്ടായതുകൊണ്ട് E1ഉം E2ഉം നടന്നു. ഇവിടെ ഒരാൾ ഒരു ചാർജ് ആയത് E1 ആയി. ഇത് പ്ലസ് ഉള്ളത് 2+ ആയി, അത് E2. Hope you understood. Next, the ionization energy of the element is a measure of എന്താണ്? Power of an atom to attract, power of attract ചെയ്യാനല്ല, energy required to remove the most loosely bound electron. എന്താ സംശയമുള്ളത്? ഒന്നും പറയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following has the largest ionization energy? സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. നോക്കാം നമുക്ക്. സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്. ഡൗൺ ദ ഗ്രൂപ്പ് അയോണൈസേഷൻ എനർജി കുറയും, ലെഫ്റ്റ് ടു റൈറ്റ് അയോണൈസേഷൻ എനർജി കൂടും. സോ ഏറ്റവും കൂടുതൽ മാഗ്നീഷ്യം, പിന്നെ സോഡിയം, പിന്നെ പൊട്ടാസ്യം, പിന്നെ റുബീഡിയം. ഡെഫിനറ്റ്ലി ദ ആൻസർ ഈസ് തേർഡ് വൺ. നെക്സ്റ്റ്, ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അയോണൈസേഷൻ എനർജി എമംഗ് സൾഫർ, ഫോസ്ഫറസ് ആൻഡ് ഓക്സിജൻ ഈസ് സൾഫർ, ഫോസ്ഫറസ് ആൻഡ് ഓക്സിജൻ. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഓക്സിജൻ ഇവിടെയാണ്, താഴെയാണ് സൾഫർ, ഇവിടെ നൈട്രജൻ, ഇവിടെ ഫോസ്ഫറസ്. അയോണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ ആർക്കാണ്? ഇയാൾക്ക് ഫസ്റ്റ് അല്ലേ, പിന്നെ ഇയാൾക്ക്, പിന്നെ ഇയാൾക്ക്, പിന്നെ ഇയാൾക്കേ വരുള്ളൂ. അതിലിപ്പോൾ ഇയാളില്ലാത്തത് നമുക്ക് എന്ത് പറയാം? ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ. ഇവിടെ സൾഫർ, ഫോസ്ഫറസ്, ഒക്കെ തന്നെ ഇതാ രണ്ടിതാ വരിക. ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, ഇങ്ങനെ വരിക. ഹിയർ ഈസ് ഓപ്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct order of the size of carbon, nitrogen, phosphorus, sulfur follows the order. സൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സൈസ് നോക്കാം നമുക്ക്. കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ കാർബൺ, സിലിക്കൺ. ഈ ഓർഡറിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സൈസ് എങ്ങനെ വരുന്നതെന്ന്? അല്ലേ, ഇതിനേക്കാളും ഇങ്ങനെയാണ് വരുന്നത്. ഏറ്റവും ചെറുതാരാണ്? ഓക്സിജനാണ്. So oxygen greater than, nitrogen greater than, carbon, sorry greater than അല്ല, ചിഹ്നമൊക്കെ മാറ്റിക്കോ, ലെസ് ദാൻ വെട്ട് ചെയ്ത അല്ലേ. ഓക്സിജൻ ആണ് ഏറ്റവും ചെറുത്, ദെൻ നൈട്രജൻ, ദെൻ കാർബൺ, ദെൻ സൾഫർ, ദെൻ ഫോസ്ഫറസ്. എങ്ങനെ ഉണ്ടാവുക നോക്ക്. ഫോസ്ഫറസ് ഏറ്റവും വലിയതായിരിക്കണം, ദെൻ സൾഫർ, ദെൻ നൈട്രജൻ അല്ല, കാർബൺ വേണം. കാർബൺ, ദ നൈട്രജൻ, ഇതാ നാലാമത്തത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെ പറഞ്ഞിരുന്നത്, ഇങ്ങനത്തെ ഓർഡറാണ്. അതിൽ തന്നെ അറ്റോമിക് സൈസിൻ്റെ പാർട്ട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ആദ്യം ഇങ്ങനെ വരും, പിന്നത്തെ ആൾ ഇങ്ങനെ വരിക, പിന്നത്തെ ആൾ ഇങ്ങനെ പോയിട്ട് വരിക. ആദ്യം ഒരു എലമെൻറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് എത്തും, പിന്നെ 2 എലമെൻറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുക, പിന്നെ 3 എലമെൻറ്റ് കഴിഞ്ഞാലാണ് ഇങ്ങോട്ട് എത്തുക. അതോടെ ആ പീരീഡും ആ 2 ഗ്രൂപ്പുകൾ കമ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? വെയിറ്റ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ അറ്റോമിക് സൈസ്, യെസ്, അറ്റോമിക് റേഡിയസ് ഇതാണ് സംഭവം. നോക്കാം, ഇത് കഴിഞ്ഞാൽ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, സോറി ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരിക. സോ ആദ്യം ഒരെണ്ണം കഴിഞ്ഞ് അങ്ങോട്ട് പോകാം, പിന്നെ 2 എണ്ണം കഴിഞ്ഞ് അങ്ങോട്ട്, പിന്നെ 3 എണ്ണം കഴിഞ്ഞ് അങ്ങോട്ട് എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, സോ അതാണ് അവിടുത്തെ സംഭവം. നിങ്ങളിപ്പോൾ ഇവിടെ എത്തി. ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ അല്ലേ? ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 18th ക്വസ്റ്റ്യൻ. ദ സൈസ് ഓഫ് ദ സ്പീഷീസ് ക്ലോറിൻ, ക്ലോറൈഡ് ആൻഡ് ക്ലോറിൻ പ്ലസ് ഡിക്രീസസ് ആസ്. എന്താ ചോദ്യം? ഏറ്റവും വലിയത് Cl- ആണ്, പിന്നെ Cl ആണ്, പിന്നെ Cl+ ആണ്. അതൊന്നും വിശദീകരിച്ച് നിന്നാൽ മോശമാണല്ലേ. ദിസ് ഇസ് ദ ആൻസർ. കോവാലന്റ് റേഡിയസ് ഓഫ് ലിഥിയം ഈസ് 123 pm. ദ ക്രിസ്റ്റൽ റേഡിയസ് ഓഫ് ലിഥിയം വിൽ ബി. കോവാലന്റ് റേഡിയസിനേക്കാളും വലുതായിരിക്കും എന്ത്? ക്രിസ്റ്റൽ റേഡിയസ്. അപ്പോൾ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 123 എന്ന് പറയുന്നതായിരിക്കും ശരി. അല്ല, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്രിസ്റ്റൽ റേഡിയസ് കോവാലന്റ് റേഡിയസിനേക്കാളും വലുതാകുമോ ചെറുതാകുമോ? കോവാലന്റ് റേഡിയസ് ഓഫ് ലിഥിയം ഈസ് 123. ദ ക്രിസ്റ്റൽ റേഡിയസ് ഓഫ് ലിഥിയം വിൽ ബി ഗ്രേറ്റർ ദാൻ 123. കാരണം കോവാലന്റ് റേഡിയസ് എപ്പോഴും ചെറുതല്ലേ. കോവാലന്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ പെനട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ലേ. അപ്പോൾ അത് 123 ആണെങ്കിൽ അതിനേക്കാളും വലിയൊരു സംഖ്യയായിരിക്കും ആര്? മെറ്റാലിക് റേഡിയസ്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 152 ആണ്. അപ്പോൾ ചോദ്യം എന്താണ്? ക്രിസ്റ്റൽ റേഡിയസ് ഓഫ് ലിഥിയം വിൽ ബി ഗ്രേറ്റർ ദാൻ. ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഗ്രേറ്റർ ദാൻ 123 പൈക്കോമീറ്റർ. റെഡിയാണല്ലോ? കോവാലന്റ് റേഡിയസ് ആണ് ചെറുത്, ക്രിസ്റ്റൽ റേഡിയസ് വലുതാണ്. ദാറ്റ് ഈസ് മെറ്റാലിക് റേഡിയസ് വലുതാണ് കേട്ടോ. ദ സൈസ് ഓഫ് ഫോളോയിങ് സ്പീഷീസ് ഇൻക്രീസസ് ഇൻ ദ ഓർഡർ. ഗ്രേറ്റർ ദ പോസിറ്റീവ് ചാർജ്, സ്മോളർ ദ സൈസ്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ചാർജ് ഇതൊരിക്കലും വരില്ല, ഇതൊരിക്കലും വരില്ല, ഇതൊരിക്കലും വരില്ല. കാരണം പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ ചെറുതല്ലേ വരുള്ളൂ. സോ അലൂമിനിയം, പിന്നെ F- Na+ Mg. പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കും. തന്നിട്ടുള്ളതിൽ അതേ ഓപ്ഷനെ പറയാൻ കഴിയുള്ളൂ. ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ എലമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് 9 ഈസ്. ഗ്രൂപ്പ് 9 എന്ന് പറയുമ്പോൾ അത് ആരാണെന്നറിയോ? ഗ്രൂപ്പ് 10 നിക്കലല്ലേ. അപ്പോൾ ഗ്രൂപ്പ് 9 എന്ന് പറയുമ്പോൾ കോബാൾട്ട് ഫാമിലി. ഗ്രൂപ്പ് 9 ആകുമ്പോൾ നമുക്ക് കോൺഫിഗറേഷൻ എങ്ങനെ ഉണ്ടെന്നാണ് ചോദ്യം അല്ലേ. ഗ്രൂപ്പ് 9 എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 27 ആണ് വരെ. 27 അല്ലേ. കാരണം സ്കാൻഡിയം 21 ആണ്. അതാണ് ഫസ്റ്റത്തെ അല്ല ഗ്രൂപ്പ് 3. അപ്പോൾ അതിക്ക് 9 ആവണമെങ്കിൽ എന്ത് കൂട്ടിയാൽ മതി? ഇതിക്ക് എത്ര കൂട്ടി? 6 കൂട്ടിയാൽ പോരെ. അപ്പോൾ ഇതിക്ക് 6 കൂട്ടിയത് കിട്ടൂലേ? കിട്ടും 27. അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക.
കാര്യം മനസ്സിലാവുന്നുണ്ടോ? അറ്റോമിക് നമ്പർ 27 ആരാന്നുള്ളത് സ്കാൻഡിയൻ 21 അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടും 27 എന്ന് പറയുന്നത് ആരാണ്? കൊബാൾട്ടാണ്. സോ അറ്റോമിക് നമ്പർ 27 ആണ് ഗ്രൂപ്പ് 9 ഉണ്ടാവുക. അവരുടെ കോൺഫിഗറേഷൻ വരിക 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d7, 4s2, 3d7. ഡി ബ്ലോക്കിൻ്റെ കോൺഫിഗറേഷൻ എക്സെപ്ഷൻ ഒഴിച്ച് ഫസ്റ്റത്തെ എലമെൻറ്റുകളുടെ കോൺഫിഗറേഷൻ എഴുതാൻ അറ്റോമിക് നമ്പർ മേലെ എഴുതിയാൽ മതി. ഇപ്പോൾ നോക്ക് അയൺ 26, 4s2, 3d6 അല്ലേ? കണ്ട നിക്കൽ 28, നിക്കൽ 28, 4s2, 3d8. കൊബാൾട്ട് 27, 4s2, 3d7. അതാണത്. ഇതിലിപ്പോൾ ഏതാണത്? ഇതിപ്പോൾ 3d6, 4s2 ആണ്. ഇത് 3d ഇതല്ല, ഇത് 3d2 ns2 ഇതല്ല, 3d7 ഇതാക്കുന്നു 3d2, 3d7, 4s2. കണ്ട ജനറൽ ഫോർമാറ്റിൽ എഴുതുമ്പോൾ n-1 എന്ന രീതിയിലേക്ക് വന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, the element of fourth period of the periodic table having maximum number of unpaired electron is in its ground state is number of കാൽഷ്യം ആണെങ്കിൽ 4 അല്ല കാൽഷ്യം ആണെങ്കിൽ 4s2 അല്ലേ? 4s2 അതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല, പെയ്ഡാണ്. സിങ്ക് ആകുമ്പോൾ 4s2, 3d10 നോൺ പെയ്ഡ്. ആർസനിക് അറ്റോമിക് നമ്പർ 33 നൈട്രജൻ ഫോസ്ഫറസ് ആർസനിക് അല്ലേ? നൈട്രജൻ ഫോസ്ഫറസ് ആർസനിക്. ഇത് 2s2, 2p3 ആണ്. സ്വാഭാവികമായും ഇത് 3s2, 3p3, ഇത് 4s2, 4p3. അപ്പുറത്ത് അതിൻ്റെ ഇടയിൽ 3d10 ഉണ്ടാവും, 3d10 ഉണ്ടാവും. പോട്ടെ, ഇതും ഫുള്ളാണ്. ഇവിടെ 3 ഉണ്ട്. സോ ഇവിടെ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, 3 അൺപെയ്ഡ് ഇലക്ട്രോൺ. ക്രോമിയം ആണെങ്കിൽ അറ്റോമിക് നമ്പർ 24 ആകുമ്പോൾ എങ്ങനെ എഴുതാം? 4s2, 3d4. ഇത് എന്തായി മാറും? 4s1, 3d5. ഇത് രണ്ടും അൺപെയ്ഡ് ആണ്. ഡിയിൽ 5 അൺപെയ്ഡ് ആണ്, എസ്സിൽ 1 അൺപെയ്ഡ് ആണ്. മൊത്തം 6 അൺപെയ്ഡ് ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഫോർത്ത് വൺ. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1, 2, 3, 4. പിന്നെ ഇപ്പുറത്ത് എസ്. ഈ എസ് ഒരെണ്ണം ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് 1, 2, 3, 4, 5. ഇതിപ്പോൾ 4s1, 3d5. മൊത്തം എത്രണ്ണായി? 1, ഇവിടെ 5. മൊത്തം 6 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ ദിസ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not isoelectronic? ഐസോഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരേ ഇലക്ട്രോൺ ഉള്ള ആളുകൾ. നമുക്കൊരു കാര്യം ചെയ്യാം. നൈട്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7. ഓക്സിജനിലോ 8. ഒരെണ്ണം കിട്ടും, ഒരു നെഗറ്റീവ് ചാർജ് ഇല്ലേ, ഒരെണ്ണം കിട്ടും ചെയ്ത്. സോ ഇവിടെ 16 ആണ്, ഇത് 16. കാർബൺ എത്രയാണ്? 6. നൈട്രജനോ 7. 1 കിട്ടി, അപ്പോൾ 7, 7, 14. നൈട്രജൻക്ക് എത്രയാ? 14. ഓക്സിജൻക്ക് ഒരാൾക്ക് 8 ആണ്, രണ്ടാൾക്ക് 16. 2 എണ്ണം പോയി, അതുകൊണ്ട് ഇതും 14. സോ ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. അവിടെ 16 എത്ര? 16 ബാക്കിയൊക്കെ 14 ആണ്. വിച്ച് എലമെന്റ് ഓഫ് സെക്കൻഡ് പീരീഡ് ഫോം മോസ്റ്റ് അസിഡിക് ഓക്സൈഡ്? മോസ്റ്റ് അസിഡിക് ഓക്സൈഡ് അല്ലേ? ഇതിൽ ഫ്ലൂറിൻ്റെ ഓക്സൈഡും നൈട്രജൻ്റെ ഓക്സൈഡും ബോറോണിൻ്റെ ഓക്സൈഡും കാർബണിൻ്റെ ഓക്സൈഡും നോക്കുമ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡ് N2O5 ക്യാൻ ഫോം വെരി സ്ട്രോങ് ആസിഡ്, നൈട്രിക് ആസിഡ് അല്ലേ? അതുകൊണ്ട് നൈട്രജൻ ആണ് റൈറ്റ് ഓപ്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സൈഡ് ഈസ് ആംഫോട്ടറിക്? ഇത് നമുക്ക് ആ ഭാഗം എത്തിയിട്ടില്ല, നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ വരുന്നതാണ്. ഞാനത് അറിയാതെ ഉൾപ്പെട്ടതാണ് ക്വസ്റ്റ്യൻ. Which among the following has 0 electron affinity? Noble gases have 0 electron affinity. Sodium noble gas alla, neon. The correct order of electron affinity of halogen is? Halogen ഏറ്റവും electron affinity fluorine ആണോ iodine ആണോ? No. Chlorine, fluorine, bromine, iodine. Third one. ഓർമ്മയില്ലേ? Direct question. Which of the following statement is correct? Ionic radius of metal is generally less than its atomic radius. Ionic radius of metal is less than its ionic radius. ശരിയാണ്. അയോണിക് റേഡിയസ് ഓഫ് മെറ്റൽ എന്ന് പറയുമ്പോൾ അത് കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം മെറ്റൽ ക്യാൻ ഫോം ഓൺലി കാറ്റയോൺ. അപ്പോൾ ഒരു മെറ്റലിനെ സംബന്ധിച്ച് മെറ്റലിൻ്റെ കാറ്റയോണിക് ആണോ, അതിൻ്റെ ആറ്റമാണോ വലുത്? ഡെഫിനറ്റ്ലി അറ്റോമിക് റേഡിയസ് ആണ് വലുത്. സോ മെറ്റാലിക് കാറ്റയോണിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ അയോണിക് റേഡിയസ് എന്തായിരിക്കും? ലെസ് ആയിരിക്കും എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബാക്കി വായിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഷോ ഡയഗണൽ റിലേഷൻഷിപ്പ്? എടുത്തില്ലല്ലോ. ബോറോണും അലൂമിനിയം അല്ല, ഇത് ബോറോണും സിലിക്കണുമാണ്. നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പറയാം. ദ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് ദ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 107 ഈസ് 107. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 104ൻ്റെ മേലേക്കാണെങ്കിൽ തീരുമാനമാക്കാൻ എളുപ്പമാണെന്ന്. 104 ആണെങ്കിൽ 4ാമത്തെ ഗ്രൂപ്പ്, 105, 5, 100. അപ്പം 107 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെ ഗ്രൂപ്പാണ്. 107 എന്ന് പറയുന്നത് 7ാമത്തെ ഗ്രൂപ്പാണ്. ഇതെന്താ സംഭവം?
ഗ്രൂപ്പ് നമ്പറും കാണണം, പിന്നെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ കാണണം. ആഹാ, ഗ്രൂപ്പ് 7 ആണെന്ന് കിട്ടി, പക്ഷേ 7ൽ 2 ഓപ്ഷൻ ഉണ്ട്, കൺഫ്യൂഷനായി. ഇനി എന്താ നോക്കേണ്ടത്? ഔട്ടർ കോൺഫിഗറേഷൻ എന്താണെന്നല്ലേ? ഔട്ടർ കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്കറിയാം 107 എന്ന് പറയുന്നത് നമുക്ക് എഴുതി വെക്കാം. ഇത് റൂദർഫോർഡിയാണ്, റൂദർഫോർഡിയം. സോ റൂദർഫോർഡിയം, ഡുബിനിയം, സീബോർജിയം, ബോറിയം, ഹാസിയം, മെയ്റ്റ്നറിയം. അപ്പോൾ എന്തായാലും ഇത് എവിടെ വരുള്ളൂ? ഇത് ഡിയിലേ വരുള്ളൂ. അതുകൊണ്ട് പിയിലേക്ക് ഇലക്ട്രോൺ പോവില്ല അല്ലേ? അതുകൊണ്ട് ഇത് ആവാനേ ചാൻസ് ഉള്ളൂ. 7s2 7. ഇനി അതിൻ്റെ ഉള്ളിലുള്ള 6d ഒക്കെയാണ് വരിക. അത് നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതാണ് ഉത്തരം. 7pയിലേക്ക് ഇലക്ട്രോൺ കടക്കില്ല, കാരണം അത് പി ബ്ലോക്ക് അല്ല, ഇത് ഡി ബ്ലോക്ക് ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ്. Among N3 minus O2 minus F minus and Na plus which have largest size? എന്താണോ സംശയം? Greater the negative charge, greater the size, larger the size, bigger the size. Which of the following pairs shows reverse properties on moving along a period from left to right and from up to down in a groove? എന്ത് റിവേഴ്സ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഏതാണെന്ന്? ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ന്യൂക്ലിയർ ചാർജ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടുന്നു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കൂടുന്നു. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് അല്ല. അയോണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അയോണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഗ്രേറ്റർ പോസിറ്റീവാണ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അങ്ങോട്ട് പോകുമ്പോൾ ഗ്രേറ്റർ നെഗറ്റീവാണ്. അപ്പോൾ അത് ഒരു സാധ്യത ഉണ്ട്. നമുക്ക് ബാക്കി ഓപ്ഷൻ നോക്കാം. അറ്റോമിക് റേഡിയസ് ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അങ്ങോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയുന്നു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയോ നെഗറ്റീവ് ആകുന്നു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുന്നു എന്ന് പറയാം, പക്ഷേ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇവിടെ പ്രശ്നം നിൽക്കുന്നുണ്ട്. വെയിറ്റ്, നൺ ഓഫ് ദീസ്. കൺഫ്യൂഷൻ ആയോ? ഒന്നാമത്തെ ഓപ്ഷൻ ന്യൂക്ലിയർ ചാർജ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൂടുന്നു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കം മോർ നെഗറ്റീവ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻ തന്നതിൽ കുറച്ചെങ്കിലും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സെക്കൻഡ് വൺ ആണ്. അയോണൈസേഷൻ എനർജി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മോർ ആൻഡ് മോർ പോസിറ്റീവ് ആകും, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ ആൻഡ് മോർ നെഗറ്റീവ് ആകും. അത് വെച്ചിട്ട് ഇത് നേരെ റിവേഴ്സ് ഓപ്ഷൻ ആണെന്ന് പറയാം. നെക്സ്റ്റ്, ദ എലമെന്റ് ഹാവിംഗ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പൊട്ടാസ്യം, എന്താണ് ക്രിപ്റ്റോൺ 4010 414 5s2 5p6 5d1 6s2 ബിലോങ്സ് ടു ഇവിടെ വിഷയമുണ്ട്. 4f14 ആണ് അല്ലേ? 4f14 ഫുള്ളി ഫിൽഡ് ആണ്. അപ്പോൾ 4ൻ്റെത് കഴിഞ്ഞു, 5ലേക്ക് കടന്നിട്ടുണ്ട്, 5d1 ആണ് അല്ലേ? ഇത് ഏതാണ് എലമെൻ്റ് എന്ന് അറിയാമോ? ഇതിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ കൂട്ടി വയ്ക്കാൻ മനസ്സിലാക്കാൻ പറ്റും. ഇത് എഫ് ബ്ലോക്ക് ആണ്. എഫ് ബ്ലോക്കിലെ ലാസ്റ്റ് എലമെൻ്റ് ആണിത്. 4fലെ ലാസ്റ്റ്. ഇത് ലോറൻസി അല്ലേ, ലൂട്ടേഷ്യം എന്ന എലമെൻ്റ് ആണ്. അറ്റോമിക് ക്രിപ്റ്റോൺ എത്രയാണ് അറ്റോമിക് നമ്പർ? ആർഗൺ, ക്രിപ്റ്റോൺ 36 അല്ലേ? കൂട്ടിക്കോ, 36 പ്ലസ് 24 26 എത്രത്? 32 33 6 3 9 3 6 69. സോറി, ഇവിടെ ഒന്നുമില്ലേ? അപ്പോൾ 71 ആയില്ലേ? കറക്റ്റ് 71 ആണ് ആരത്? ലൂട്ടേഷ്യത്തിൻ്റെ അല്ലേ? 71 ആണ് ലൂട്ടേഷ്യത്തിൻ്റെ. ഇതാക്കുന്ന ലൂട്ടേഷ്യം 71. ഇതിൻ്റെ കോൺഫിഗറേഷനാണ് എന്ത്? 4d10 4f14 5s2 5p6 5d1 6s2. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കോൺഫിഗറേഷൻ നോക്കി കൺഫ്യൂസ് ആവരുത്. അറ്റോമിക് നമ്പർ നോക്കിയാൽ മതി. അറ്റോമിക് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ, അറ്റോമിക് നമ്പർ നോക്കാൻ എന്ത് ചെയ്യണം? നോബിൾ ഗ്യാസിൻ്റെ കാണാതെ പഠിക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. 2 2 എന്തുള്ളത് 2 10 18 36 54 86 118. ഇത് പഠിക്കാതെ ഒരു രക്ഷയില്ല. അത് നിർബന്ധമായി പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 36 പ്ലസ് ഈ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര കിട്ടും. ഇപ്പോൾ 71 കിട്ടും. 71 എന്നുള്ളത് നമുക്കറിയാലോ. 58 മുതൽ ആരാ? 58 മുതൽ സീറിയം മുതൽ ലൂട്ടേഷ്യം വരെ ലാന്തനൈഡാണ്. റിമൈൻഡ്, ലാന്തനം ഈസ് നോട്ട് എ ലാന്തനൈഡ്, ആക്ടിനിയം ഈസ് നോട്ട് ആൻ ആക്ടിനൈഡ്. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ആക്ടിനം ആക്ടിനൈഡ് അല്ല, ലാന്തനം ലാന്തനൈഡ് അല്ല. പിന്നെ വേറൊരു കാര്യം നോക്ക്, ലാന്തനത്തെ LA എന്നല്ല എഴുതുക, ലാന്തനൈഡിനെ LN എന്ന് എഴുതുക. ആക്ടിനിയം AC എന്ന് എഴുതും, ആക്ടിനൈഡുകളെ AN എന്ന് എഴുതും. റൈറ്റ്? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Element in the same vertical group of the periodic table have same
ഒരേ ഗ്രൂപ്പിലുള്ള പ്രോപ്പർട്ടി നമ്പർ ഓഫ് ഇലക്ട്രോൺ നെവർ. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഔട്ടർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ ഒരേ ഇലക്ട്രോൺ ആണോ? അല്ല. ഒരേ ഔട്ടർ ഇലക്ട്രോൺ ആവും. അറ്റോമിക് നമ്പർ ഒരേ ഗ്രൂപ്പിൽ സെയിം ആവോ? ഇല്ല. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ സെയിം ആവും അല്ലേ? നമുക്ക് സോഡിയം എടുക്കുകയാണെങ്കിൽ 1, പൊട്ടാസ്യം എടുക്കുകയാണെങ്കിൽ 1, ലിഥിയം എടുക്കുകയാണെങ്കിൽ 1, ആ ഗ്രൂപ്പിൽ ഏത് എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും 1 നെക്സ്റ്റ് പ്രോപ്പർട്ടി വിച്ച് ഓഫ് ദ പി ബ്ലോക്ക് എലമെൻറ്റ് ആർ നോട്ട് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്. ആരാ? നോബൽ ഗ്യാസ് ഇതാ ഇയാൾ 18 ഗ്രൂപ്പ് എന്തല്ല റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റിൽ പെടില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടിപ്പിക്കൽ എലമെൻറ്റ്. ടിപ്പിക്കൽ എലമെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്, അത് ലാസ്റ്റ് ടോപ്പിക്കിൽ വരും. സോഡിയം ആണ് ടിപ്പിക്കൽ എലമെൻ്റ് ആയിട്ട് വരുന്നത്. ഞാൻ ആ വിഷയം പറയുമ്പോൾ പറയാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബ്രിഡ്ജ് എലമെൻറ്റ്. ഇത് ബെർലിയം ആണ്. മീൻസ് അതും പറയാനുണ്ട്. അത് ട്രാൻസിഷൻ മെറ്റലുമായിട്ട് ബ്രിഡ്ജ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ പറയാം, ആ ഭാഗത്തുനിന്ന് പറയാം. Among the element A, B, C and D having atomic number 7, 8, 9 and 12 respectively, the element with the smallest size and highest ionization enthalpy is പ്രശ്നം ഉണ്ടല്ലോ. Among the element A, B, C, D having atomic number 7, 8, 9 and 12. 7, 8, 9, 12. ഇത് A, B, C, D. Element with the smallest size and highest ionization energy. ഇതാരാണ് ആള്? 7 നൈട്രജൻ ആണ്, 8 ഓക്സിജൻ ആണ്, 9 ഫ്ലോറിൻ ആണ്. ഇതാരാ? അത് മാഗ്നീഷ്യ. ഇത് ഇവിടെ കണ്ട ആളല്ല, ഇത് ഇപ്പുറത്ത് കണ്ട ആൾ അടുത്ത ഗ്രൂപ്പിൽ. അപ്പോൾ ഇതിൽ വലിപ്പം ഏറ്റവും കുറവാർക്കാം? ഫ്ലോറിന്. പിന്നെന്താ ചോദിച്ച് അയോണൈസേഷൻ എന്ന് വെച്ചാൽ കൂടുതലാർക്കാം? ഫ്ലോറിൻ തന്നെ. അത് ഇതിലാരാ? സി. മനസ്സിലായോ അല്ലേ? അറ്റോമിക് നമ്പർ നോക്കിയിട്ട് കണക്ട് ചെയ്താൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി. തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി ആർക്കാണ് കൂടുതൽ? ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസ്കഷനിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, കോൺഫിഗറേഷൻ ചെയ്ത് 2 ഇലക്ട്രോൺ പോയിട്ടുള്ള കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. സോഡിയം 11 ആണ്. സോ 1s2, 2s2, 2p6, 3s1 ആണ് വേണ്ടിയിരുന്നത്. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അത് 2p5 ആയിട്ട് മാറും. 2p5. ഇതാണ് സോഡിയം 2+ കോൺഫിഗറേഷൻ. ഇനി മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ 2p6, 3s2 എന്നാണ്. 2 ഇലക്ട്രോൺ പോയാൽ സ്റ്റേബിൾ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. ഇനി അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ അലൂമിനിയത്തിന് 2p6, 3s2, 3p1 ആണ്. 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അത് 2p6, 3s1 ആണ്. ഇനി അടുത്ത സിലിക്കൺ ആണ്. സിലിക്കൺ കാർബൺ ഫാമിലി അല്ലേ? സോ 3s2, 3p2 ആണ് ആരുണ്ടാവുക? സിലിക്കൺ ഉണ്ടാവുക. അതെന്താവും? അത് 3s2 അവസാനിക്കും. അപ്പോൾ ഒന്നും നോക്കാനില്ല. സ്റ്റേബിളസ്റ്റ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തത് ഇയാളാണ്. ഇവിടുന്ന് ഇലക്ട്രോൺ കിട്ടാനായിരിക്കും ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് മഗ്നീഷ്യത്തിനാണ് ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവുക. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് എലമെന്റ് ഡസ് നോട്ട് ബിലോങ് ടു സെയിം ഗ്രൂപ്പ്. സെയിം ഗ്രൂപ്പിൽ പെടാത്താര്? കാർബൺ, സിലിക്കൺ, ഗാലിയം, ടിന്ന്. അതന്നെ പറ്റൂല. ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. ബാക്കിയൊക്കെ ശരിയാണല്ലോ. സോ ഫസ്റ്റ് വൺ. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ് ഈസ് 1s2, 2s2, 2p6, 3s2, 3p3. ആരാ? നൈട്രജൻ ഫാമിലി. ഫോസ്ഫറസ് ആണ് കക്ഷി. എന്താണ് നോക്കുക? വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് ദ എലമെന്റ് വിച്ച് ഇസ് ജസ്റ്റ് ബിലോ ദ എബോ എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഓക്കെ. നൈട്രജൻ എത്രയാ മക്കളെ? 7. സ്വാഭാവികമായിട്ടും ഫോസ്ഫറസ് 7 + 8 അല്ലേ വരിക? 15. ഇനി അതിലേക്ക് വീണ്ടും കൂട്ടേണ്ടത് ആരാ? ആർസനിക് ആണ്. 15ക്ക് 8 കൂട്ടിക്കോ. എത്ര? 23. എന്താ സംശയമുള്ളത്? 23 ആണോ? ജസ്റ്റ് ബിലോ. ഇവിടെ കൂട്ടേണ്ടത് ഇവിടെ എത്ര കൂട്ടി? 8 കൂട്ടി. ഒന്നുകൂടെ. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്. ഇവിടെ 8 അല്ല കൂട്ടേണ്ടത്. ഇവിടെ 28, ഇവിടെ 18 കൂട്ടണം അല്ലേ? നൈട്രജൻ നോക്കിക്കോ ഒന്നുകൂടെ. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമോണി, ബിസ്മത്ത്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഇതിലേക്ക് 2 കൂട്ടി നിയോൺ കിട്ടി. അപ്പോൾ ഇവിടെ ആരും ഇല്ലാതെ 2 കൂട്ടണ്ട. ഇതിലേക്ക് 8 കൂട്ടിയാൽ ഫോസ്ഫറസ് കിട്ടും. ഇതിലേക്ക് 8 കൂട്ടിയാൽ ആർഗൺ കിട്ടും. അതിലേക്ക് ഇനി എന്ത് ചെയ്യണം? 18 കൂട്ടണം ഇവിടെ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പീരിയോഡിക് ടേബിളിൻ്റെ എസ് ബ്ലോക്കിലേക്ക് ആകുമ്പോൾ 2 പ്രാവശ്യം 8 കൂട്ടേണ്ടതുണ്ടാകും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ മനസ്സിൽ വേണം. അതിന്
ഇവിടെ 18 കൂട്ടേണ്ടത്. സോ ഇവിടെ നിങ്ങൾ 18 കൂട്ടേണ്ടത് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും? 33 കിട്ടും. ഇതെത്രയാണ്? 36 ആണല്ലോ. സോ ദ ആൻസർ ഈസ് 33. 1 mole of magnesium in the vapor state absorbed 1300 kilojoule of energy. If the first and second ionization energies of magnesium are 750 and 1450, the final composition of the mixture is. ഇത് നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഞാൻ ഒന്നുകൂടി ഇൻഡ് ചെയ്യാം. നിങ്ങൾ ആ പാർട്ട് ഒന്നുകൂടി നോക്കിയാൽ മതി. മാഗ്നീഷ്യം ആദ്യം മാഗ്നീഷ്യം പ്ലസ് ആയി, പിന്നെ മാഗ്നീഷ്യം 2+ ആകാൻ പോവാണ്. നമ്മളടുത്ത് 1 mole ആണ് മാഗ്നീഷ്യം ഉള്ളത്. 1 mole മാഗ്നീഷ്യത്തിന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടത്, ഇവിടത്തേക്ക് ഇത്രയും ആവാൻ വേണ്ടത് 750ഉം ഇത്രയും ആവാൻ വേണ്ടത് 1450ഉമാണ്. സോ 1 mole പൂർണ്ണമായിട്ടും Mg2+ ആവണമെങ്കിൽ ഈ വാല്യൂ എത്രയാണ്? 1450 പ്ലസ് 750 ചെയ്താൽ 5 5 10 കട 0 ഇഷ്ടം 1 8 4 12 പിന്നെ 2200 വേണം. സോ ഇതിന് വേണ്ട എനർജി 2200 കിലോ ജൂൾ എനർജി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവം എന്നറിയോ? 100% ആയിരിക്കും Mg2+, 0% Mg+. പക്ഷേ എത്ര സ്വീകരിച്ചിട്ടുള്ളൂ? 1300 സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കോളൂ, ഈ ഉള്ള 1300-ൽ നിന്ന് 750 ഉപയോഗിച്ച് അവിടെ എത്തി. ഈ 1300-ൽ നിന്നും 750 കിലോ ജൂൾ ഉപയോഗിച്ചിട്ട് എന്തായി? എല്ലാവരും Mg+ ആയി. ഇനി ബാക്കി എത്ര ഉണ്ട്? 550 ആണുള്ളത്. ഇനി അവിടെ ഞാൻ എപ്പോഴും മാത്തമാറ്റിക്കൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്തരം കണക്കുകൾ ചെയ്യാൻ 100% ആൾക്കാർ കൺവേർട്ട് ചെയ്യാൻ 1450 കിലോ ജൂൾ വേണം. എങ്കിൽ എത്ര ശതമാനമാണ് 550 കിലോ ജൂൾ വെച്ച് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ എക്സ് ഇട്ട് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ 1450 ഇൻറ്റു എക്സ് ഈക്വൽസ് 550 ഇൻറ്റു 100 ഓർ എക്സ് ഈക്വൽസ് 550 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1450. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതിപ്പോൾ 55, ഇത് ഏകദേശം 3-ൻ്റെ അടുത്ത് വരും. 100/3 ഒരു 33 അല്ലേ വരിക. ഒരു 32 റേഞ്ചിൽ ആൻസർ ഉണ്ടാവണം. 32. നമ്മളന്ന് 31 സംതിങ് അല്ലേ കിട്ടിയത്. ഇത് അതേ ചോദ്യം തന്നെയാണ്. 32 റേഞ്ചിലുണ്ടോ? 32 റേഞ്ചിലില്ല. ഉള്ളത് 41, 59, 38. പ്രോബബ്ലി 38% 2+ ഇതാവാനാണ് ചാൻസ്. ഈ ഭാഗം നിങ്ങളൊന്ന് കൺക്ലൂട്ട് ചെയ്ത് 32 ആയിരുന്നു, 38 വരുന്നുണ്ടാവുക. ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ദ ആൻസർ വിൽ ബി ദിസ് വൺ. ചെക്ക് ചെയ്ത് നോക്ക്. മെത്തേഡ് മനസ്സിലായല്ലോ. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഓർഡർ ഓഫ് ദ സൈസ്? എന്ത് ക്വസ്റ്റ്യൻ ആണിത്? I-, I+, നെഗറ്റീവ്, ന്യൂട്രൽ, പോസിറ്റീവ്. The first ionization energies in electron volt per atom of magnesium and aluminum are respectively. ഫസ്റ്റ് മാഗ്നീഷ്യത്തിനാണ് അലൂമിനിയത്തിനാണ് കൂടുക? അറ്റോമിക് നമ്പർ പ്രകാരം നമ്മൾ അലൂമിനിയത്തിന് തെറ്റി പറഞ്ഞു പോകും. നോ, ബെർലിയം ഫാമിലിയാണ് മാഗ്നീഷ്യം. അലൂമിനിയത്തിനേക്കാളും കൂടുതലാണ് മാഗ്നീഷ്യത്തിന്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് മാഗ്നീഷ്യത്തിന് അലൂമിനിയത്തിനേക്കാൾ കൂടുതലുള്ള ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് നോക്ക്. ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജന് പോകുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് മാറി ഇയാൾ ഇങ്ങോട്ട് ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ ട്രെൻഡ് മൊത്തത്തിൽ വരും. എങ്ങനെ? ലിഥിയം, ബോറോൺ, ബെർലിയം, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, അല്ലേ? അപ്പോൾ ഇതിന് നേരെ താഴെ സോഡിയം, അലൂമിനിയം, മാഗ്നീഷ്യം, സിലിക്കൺ. കണ്ടോ? ആർക്കാ കൂടുതൽ? മാഗ്നീഷ്യത്തിന്. അപ്പോൾ ഈ വാല്യൂവിലേക്ക് നമ്മൾ വന്നാൽ 7.64 വലിയ വാല്യൂ. ഇതാരാണ്? മാഗ്നീഷ്യത്തിന്. ഇതോ? അലൂമിനിയത്തിന്. സോ ഫസ്റ്റ് വൺ, ദ എലമെൻറ്റ് ഹാവിങ് മാക്സിമം ഡെൻസിറ്റി ബിലോങ്സ് ടു. ഏറ്റവും ഡെൻസിറ്റി ഉള്ള എലമെൻറ്റ് ഏതാണ്? ഓസ്മിയം, ഇറിഡിയം ആണല്ലോ. അത് ഡി ബ്ലോക്കിലായതുകൊണ്ട് ആൻസർ ഈസ് തേർഡ് വൺ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ദ ലീസ്റ്റ് എനർജി ഈസ് റിലീസ്ഡ്? ലീസ്റ്റ് എനർജി ഈസ് റിലീസ്ഡ്. നൈട്രജനിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്ത് N- ആകുന്നു. ഇലക്ട്രോൺ എനർജി റിലീസ് ചെയ്യില്ല, അങ്ങോട്ട് കൊടുക്കണം. ഇത് എനർജി ഒരുപാട് റിലീസാകും, ഇതും റിലീസാകും, ഇതും റിലീസാകും. സോ ലീസ്റ്റ് എനർജി ഈസ് റിലീസ്ഡ് എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ളതിൽ എനർജി അബ്സോർബിങ് പ്രോസസ്സാണിത്. റിലീസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത ആളുകൾ കീ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വണ്ണാണ്.
ആ ഒരു ഓപ്ഷൻ തരുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ലീസ്റ്റ് എനർജി റിലീസ് എന്ന് പറയുമ്പോൾ എനർജി റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ. ആക്ച്വലി നൈട്രജൻ ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ എനർജി അബ്സോർപ്ഷനാണ്, നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് പോസിറ്റീവ്. അങ്ങനെ നോക്കുമ്പോൾ ബാക്കി നമ്മൾ ഇത് പരിഗണിക്കാതെ നോക്കുകയാണെങ്കിൽ ക്ലെഫ്സോക്ക് ആണ് നമ്മുടെ ഓർഡർ, ക്ലെഫ്സോക്ക്. അപ്പോൾ ഏറ്റവും സ്വീകരിക്കുന്ന ആൾ ഫ്ലൂറിൻ, ദെൻ സൾഫർ, ദെൻ ഓക്സിജൻ ആണ്. അപ്പോൾ ഇത് ബാക്കി അത് കണക്കെടുക്കാതെ ഉത്തരം പിന്നെ പറയുകയാണെങ്കിൽ ഇതാണ് ഉത്തരം വരേണ്ടത്. പക്ഷേ നൈട്രജൻ അവിടെ ഉണ്ടായതുകൊണ്ട് അതാണ് പേപ്പർ സെറ്റേഴ്സിൻ്റെ മൈൻഡിലെ ഉത്തരം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളതല്ലേ. നിങ്ങൾ എണ്ണി നോക്കൂലേ, ഇവിടെ ഒക്കെ തോന്നുന്നു ഇവിടെ 7 7 14, 12 2 14, ഇവിടെ 14 14. റൈറ്റ് ഓപ്ഷൻ ഇസ് സെക്കൻഡ് വൺ. The process requiring the absorption of energy is F മൈനസ് ആവുന്നു കുഴപ്പമില്ല, ക്ലോറിൻ ക്ലോറൈഡ് ആവുന്നു കുഴപ്പമില്ല, ഹൈഡ്രജൻ H മൈനസ് ആവുന്നു കുഴപ്പമില്ല. ഇത് കുഴപ്പമാണ്. ഓക്സിജൻ മൈനസ് ആകുന്നത് ഇഷ്ടമാണ്, പക്ഷേ ഓക്സിജൻ 2 മൈനസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവോ നെഗറ്റീവോ ആകാം ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ. അഥവാ നൈട്രജനും നോബിൾ ഗ്യാസിനൊക്കെ പോസിറ്റീവാണ്. ഇനി ഏത് കൊമ്പനാണെങ്കിലും സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ദിസ് ഈസ് ആൻസർ. The next question, the electronegativity of the following element increases in the order. Electronegativity ആണ് അത്രേ നമുക്കറിയാം ലെഫ്റ്റ് റൈറ്റ് കൂടുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഓർഡറിൽ എഴുതി കഴിയുകയാണെങ്കിൽ കാർബൺ, നൈട്രജൻ, സിലിക്കൺ, ഫോസ്ഫറസ്. എങ്ങനെയായിരിക്കും ഓർഡർ? ഇത് ഫസ്റ്റ് വരും, ഇത് സെക്കൻഡ് വരും, ഇത് തേർഡ് വരും, ഇത് ഫോർത്ത് വരും അല്ലേ. ഇങ്ങനെയാണ് വരിക. നൈട്രജൻ, കാർബൺ, ഫോസ്ഫറസ്, സൾഫർ. നൈട്രജൻ ഏറ്റവും കൂടുതൽ ഒരൊറ്റ ഓപ്ഷനുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ. Next, an element having low ionization enthalpy and a less negative electron gain enthalpy is likely to be ionization enthalpy കുറവ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലെസ് നെഗറ്റീവ്. അത് ഗ്രൂപ്പ് 1A എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ്. ദെൻ ആൽക്കലി എർത്ത് മെറ്റൽസ് ആണ് ഇത്. അത് കുറച്ചും കൂടി കൂടും, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. ദ അയോണൈസേഷൻ എനർജി ഓഫ് F മൈനസ് ഈസ് 320 കിലോജൂൾ പെർ മോൾ. ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ വുഡ് ബി നേരത്തെ പറഞ്ഞതല്ലേ നമ്മൾ. എഫ് മൈനസിനെ ഇലക്ട്രോണിനെ വിട്ട് എഫ് പ്ലസ് ഇലക്ട്രോൺ ആക്കാൻ വേണ്ടുന്നത് എത്രയാണെന്ന് പറഞ്ഞത്? 320 കിലോ ജൂൾ ആണെന്നാണ് പറയുന്നത്. ഇനി ചോദ്യം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ അഥവാ ഈ ഇക്വേഷൻ്റെ ഓപ്പോസിറ്റ് എഫ് ഇലക്ട്രോൺ വാങ്ങി എഫ് മൈനസ് ആകാൻ എത്രയാണെന്ന്. ഇത് മൈനസ് 320 ആണെങ്കിൽ ഇത് പ്ലസ് 320 ആകും. ഒരു സംശയം വേണ്ട. കാരണം അക്കോർഡിംഗ് ടു ലാവോസിയർ ലാപ്ലേസ് റൂൾ റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻതാൽപ്പിയുടെ വാല്യൂ സെയിം ആയിരിക്കും, സൈന് മാറുകയുള്ളൂ. സോ ഇത് പ്ലസ് 320 ആയിരിക്കും. വർ ഇസ് ആൻസർ? ഇതിപ്പോൾ എത്രയാണ് വന്നത്? അയോണൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പ്ലസ്സാണ് വന്നിട്ടുള്ളത് അല്ലേ. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മൈനസേ വരുള്ളൂ. സോറി, ഇത് നമുക്ക് പ്ലസ് ആണ്, അതുകൊണ്ട് ഇത് മൈനസേ വരുള്ളൂ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് നെഗറ്റീവ് ഫോർ ഹാലോജൻസ്, റൈറ്റ്? സോ നെഗറ്റീവ് 320. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ റിക്വയർ റേഡിയേഷൻ ഓഫ് ഹൈയസ്റ്റ് ഫ്രീക്വൻസി ടു കോസ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ? എന്താ അർത്ഥം? ആർക്കാണ് അയോണൈസേഷൻ എനർജി കൂടുതലെന്ന് നിങ്ങൾക്ക് ആ മീനിങ് കിട്ടിയിരുന്നോ? അയോണൈസേഷൻ എനർജി കൂടിക്കഴിഞ്ഞാലല്ലേ എനർജി ഒരുപാട് കൊടുത്താലേ ഇലക്ട്രോൺ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ അയോണൈസേഷൻ എനർജി കൂടുതൽ ആർക്കാണെന്നാണ് ചോദ്യം. നമുക്ക് എലമെൻറ്റുകളുടെ പൊസിഷൻ വെച്ച് എഴുതി നോക്കാം. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം. ഏറ്റവും കുറവ് പൊട്ടാസ്യത്തിന്, പിന്നെ കാൽഷ്യം, പിന്നെ സോഡിയം, പിന്നെ ഇങ്ങനെയല്ലേ വരിക അയോണൈസേഷൻ എനർജി? അതെ, ഇങ്ങനെ തന്നെ വരിക. അപ്പോൾ മഗ്നീഷ്യത്തിനാണ് ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്ലോറൈഡ് ഓഫ് ആൻ ആറ്റം എലമെൻറ്റ് എ ഗീവ്സ് ന്യൂട്രൽ സൊല്യൂഷൻ ഇൻ വാട്ടർ. ഇൻ ദ പീരിയോഡിക് ടേബിൾ എ ബിലോങ്സ് ടു ക്ലോറൈഡ് ഓഫ്, നമുക്ക് ചെക്ക് ചെയ്തൊക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, ഇത് ന്യൂട്രലാണ്. തേർഡ് ഗ്രൂപ്പ് ആണെങ്കിൽ, തേർഡ് ഗ്രൂപ്പ് പറയുമ്പോൾ അത് ബോറോൺ ഫാമിലി ആയി, അപ്പോൾ AlCl3 ഒക്കെ ആയി. ഇത് എന്തായിരിക്കും? കൊവാലൻ്റ് ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ അത് അക്വ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യില്ല. പിന്നെ അത് അക്വ സൊല്യൂഷനിൽ ഹൈഡ്രോക്സൈഡുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആംഫോട്രിക് ക്യാരക്ടർ കാണിക്കാൻ സാധ്യതയുണ്ട്. സോ അത് ഫിഫ്ത്ത് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ, ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ ആരാണ്? 50 എന്ന് പറയുമ്പോൾ 50th ഗ്രൂപ്പാണ്, നൈട്രജൻ, NCl3 ഒക്കെയാണ്. അത് വീണ്ടും ന്യൂട്രൽ സൊല്യൂഷൻ തരാൻ കഴിയില്ല. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഫസ്റ്റ് വൺ. The correct order of negative values of electron gain enthalpies of boron, carbon, nitrogen and oxygen is electron gain enthalpy അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, റൈറ്റ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇത് പ്രശ്നം ഉണ്ടല്ലോ. ഇതിപ്പോൾ ആരൊക്കെയാണ്? ബോറോണ് നല്ല ക്വസ്റ്റ്യൻ ആണ്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അല്ലേ?
നമുക്ക് ക്ലഫ്സോക്കിൽ ഇതിൽ ആരൊക്കെയുണ്ട്? ക്ലഫ്സോക്ക് ഏറ്റവും കൂടിയ ആൾക്കാർ. ഇതിൽ ഓക്സിജനുണ്ട്, കാർബണുണ്ട്. ഓക്കെ, ഒരു കാര്യം തീരുമാനമായി. ഈ 3 ആൾക്കാരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഫസ്റ്റ് ഓക്സിജൻ ദെൻ കാർബൺ എന്ന് കിട്ടി. ഇനി നൈട്രജൻക്ക് ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും പോസിറ്റീവാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ബോറോൺ നൈട്രജൻ ഇതായിരിക്കും ഓർഡർ. ഓക്സിജൻ കാർബൺ ബോറോൺ നൈട്രജൻ. എവിടെ? ഓക്സിജൻ കാർബൺ നൈട്രജൻ ബോറോൺ തെറ്റ്, ബോറോൺ തെറ്റ്, ഓക്സിജൻ കാർബൺ ബോറോൺ നൈട്രജൻ. യെസ്, തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ആ ഓർഡർ ഇങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വേഗം പറഞ്ഞു പോകാൻ പറ്റുള്ളൂ കേട്ടോ. അത്ര എളുപ്പമല്ല. മീൻസ് ഒന്ന് ട്രാക്ക് കയറി കഴിഞ്ഞാൽ എളുപ്പമാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺഫിഗറേഷൻ റെപ്രസെൻറ്റ് ആറ്റംസ് ഓഫ് എലമെൻറ്റ് ഹാവിംഗ് ദ ഹയസ്റ്റ് സെക്കൻഡ് അയണൈസേഷൻ എനർജി? സെക്കൻഡ് അയണൈസേഷൻ എനർജി കൂടുതലുള്ള ആൾക്കാർക്ക് പ്രത്യേകത എന്താണെന്നറിയോ? അവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിന് 4 ഇലക്ട്രോണാണ് നടക്കട്ടെ, ഇതിന് 1 ഇലക്ട്രോണാണ്, ഇതിന് 1 ഇലക്ട്രോൺ, ഇതിന് 6 ഇലക്ട്രോൺ അല്ലേ? ഇതാരാണ്? ആൽക്കലി മെറ്റലാണ്. ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്, സമയം ഇങ്ങനെ കളയാണ്ടല്ലോ വിശദീകരിച്ചിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ അക്വസ് സൊല്യൂഷൻ? നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രിയും റെഡ്യൂസ് അതേപോലെ റിഡോക്സ് റിയാക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലേ? ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ലിത്തിയമാണ് ഏറ്റവും മേലെ. അപ്പോൾ അയാളാണ് എന്ത്? സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ്. അത് നമ്മളെ അടുത്ത ടോപ്പിക്കിൽ വരേണ്ടതാണ്. ക്വസ്റ്റ്യൻ വന്നു പോയതാണ്. ഇൻ ഗ്രാഫ് ഓഫ് അറ്റോമിക് വോളിയം വേഴ്സസ് അറ്റോമിക് വെയ്റ്റ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ലോത്തർ മേയർ ദ എലമെൻറ്റ് കറസ്പോണ്ടിങ് ടു പീക്ക് ഇൻ ദ കർവ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഗ്രൂപ്പ് 1 ദാറ്റ് ഈസ് ആൽക്കലി മെറ്റലാണ്. പിന്നെ അസെൻഡിങ് പൊസിഷനോ ഡിസെൻഡിങ് പൊസിഷനിലൊക്കെ പറഞ്ഞിരുന്നല്ലോ. അസെൻഡിങ് പൊസിഷനിൽ ഹാലജനും നോബിൾ ഗ്യാസും, ഡിസെൻഡിങ് പൊസിഷനിൽ ആൽക്കലൈൻ എർത്ത് മെറ്റലൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനുകളിലെത്തി. എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 56 ബിലോങ്സ് ടു. നമ്മൾ ചെയ്തതല്ലേ നേരത്തെ 56 എസ് ബ്ലോക്ക് ആണെന്ന്. ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് കെ വുഡ് ബി ന്യൂമറിക്കലി ഈക്വൽ ടു ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് കെ പ്ലസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കെ പ്ലസ് ഇലക്ട്രോൺ ആക്കാൻ വേണ്ട എനർജി എന്ന് പറയുന്നത് തന്നെയാണ് കെ പ്ലസിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്ത് കെ ആകുമ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ്. ഇത് സംഭവിക്കുമ്പോൾ ആ എനർജി ഇങ്ങോട്ട് തരും. വാല്യൂ സെയിം ആയിരിക്കും, സൈൻ മാറുള്ളൂ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ. സോ ദ തേർഡ് ആൻസർ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇതോടെ MCQ ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്ക് പഠിക്കാനുള്ളൂ, പീരിയോഡിക് ട്രെൻഡ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞ് വ്യാപിപ്പിക്കുന്നില്ല, വേഗം പറഞ്ഞു തീർക്കാം. ഫസ്റ്റ് വൺ, വാലൻസ്. വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ആക്ച്വലി വാലൻസ്. അത് ഹൈഡ്രജനെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടും ഓക്സിജനെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടും പറയും. സാധാരണ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും വാലൻസ് ആയിട്ട് പരിഗണിക്കാം. അതല്ലെങ്കിൽ 8- നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോണും പറയാം. ഇപ്പോൾ നോക്കിക്കോ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോണ് ഗ്രൂപ്പ് 1 ആണെങ്കിൽ 1 ആണ്, 2 ആണെങ്കിൽ 2, 13 ആണെങ്കിൽ 3, 14 ആണെങ്കിൽ 4, 15 ആണെങ്കിൽ 5, 16 ആണെങ്കിൽ 6, 17 ആണെങ്കിൽ 7, 18 ആണെങ്കിൽ 8. അതല്ലെങ്കിൽ 0, 8 - 5, 3, 8 - 6, 2, 8 - 7, 1, 8 - 8, 0. ഇതാണ് വാലൻസി അല്ലെങ്കിൽ വാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചാർജ്ഡ് വാലൻസിയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. നിങ്ങളത് റിഡോക്സ് റിയാക്ഷനിൽ കൃത്യമായി മനസ്സിലാക്കും. ഇനി ഇവരുടെ കോമ്പൗണ്ടിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വരികയാണെങ്കിൽ, ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണല്ലോ എന്ത് ഞാൻ പറഞ്ഞത് ഒരു അടിസ്ഥാനത്തിൽ വാലൻസി. ഇപ്പോൾ സോഡിയം ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു സോഡിയത്തിന് എത്ര ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ കമ്പൈനിങ് കപ്പാസിറ്റി. ഒരു സോഡിയത്തിന് ഒരു ഹൈഡ്രജനെ പറ്റുള്ളൂ. സോ വാലൻസി ഓഫ് ഹൈഡ്രജൻ സോഡിയം ഈസ് 1. എന്നാൽ മാഗ്നീഷ്യത്തിന് അത് 2 ആണ്. അഥവാ 2 ഹൈഡ്രജനുമായിട്ട് മാഗ്നീഷ്യത്തിന് കമ്പൈൻ ചെയ്യാം. അലൂമിനിയത്തിന് 3, സിലിക്കണ് 4, ഫോസ്ഫറസിന് -3. ഈ കാണിച്ചത് ചാർജ് ഇടുമ്പോൾ അതിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. ചാർജ് ഇല്ലാതെ പറഞ്ഞാൽ വാലൻസി. സൾഫറിന് 2, ക്ലോറിൻക്ക് 1. ഇനി ഇത് ഓക്സിജൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ ഒരു ഓക്സിജൻ്റെ വാലൻസി 2 ആയതുകൊണ്ട് നമുക്ക് ഓക്സിജനോട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നോക്ക്, ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ അര സോഡിയമാണ്. ഒരു ഓക്സിജനുമായി കമ്പൈൻ ചെയ്യാൻ 2 സോഡിയമാണ്. ഒരു ഓക്സിജനുമായി കമ്പൈൻ ചെയ്യാൻ 2 സോഡിയം വന്നു. ഒരു ഓക്സിജന് കപ്പാസിറ്റി 2 അല്ലേ? അപ്പോൾ 2ലേക്ക് 1 സോഡിയം വന്നിരുന്നുവെങ്കിൽ സോഡിയത്തിൻ്റെതും 2 എന്നർത്ഥം. പക്ഷേ ഒരു ഓക്സിജൻക്ക് 2 സോഡിയം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ ഒരു സോഡിയത്തിന് കഴിയില്ല, 2 സോഡിയം വേണ്ടി വരുന്നു. കാരണം ഒരു ഓക്സിജൻ്റെ വാലൻസി 2 ആയതുകൊണ്ട്. വല്ലതും മനസ്സിലാവുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ സോഡിയത്തിൻ്റെ വാലൻസി 1 ആണെന്ന് അർത്ഥം. അതേപോലെ ഒരു ഓക്സിജൻ്റെത് 2 അല്ലേ? ആ ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ ഒരു മാഗ്നീഷ്യമാണ് പോയത്, അതുകൊണ്ട് മാഗ്നീഷ്യത്തിൻ്റെത് 2 ആണ്.
അത് പ്രകാരം നമുക്കിവിടെ അലുമിനിയത്തിൻ്റെ 3 സിലിക്കണിൻ്റെ 4 ഫോസ്ഫറസിൻ്റെ 5 സൾഫറിൻ്റെ 6 ക്ലോറിൻ്റെ 7 എന്നൊക്കെ പറയാൻ പറ്റും. ഞാനത് പറഞ്ഞ് വിശദീകരിക്കുമ്പോൾ ആകെ കൺഫ്യൂസ് ആയി പോകും. സിംപ്ലി കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം വിത്ത് ഹൈഡ്രജൻ ഓർ ഓക്സിജൻ ഈസ് കോൾഡ് വാലൻസി. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരിയോഡ് എലമെൻറ്റ്. സി ഈ ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലമെൻറ്റ് അഥവാ സെക്കൻഡ് പീരീഡത്തെ എലമെൻറ്റ് ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള എലമെൻറ്റുകളിൽ നിന്നും സ്വഭാവത്തിൽ വിഭിന്നത കാണിക്കും. അതിൻ്റെ പേരാണ് അതിൻ്റെ പേരാണ് അനോമലസ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസി എടുത്താൽ ഇവർക്ക് എല്ലാവർക്കും ഏകദേശം കുറേ പ്രോപ്പർട്ടി സിമിലർ ആയിരിക്കും. പക്ഷേ ഇയാൾക്ക് കുറച്ച് പ്രോപ്പർട്ടി വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ലിഥിയം അനോമലസ് ആണ്. ലൈക്ക് ലിഥിയത്തിൻ്റെ ക്ലോറൈഡിന് കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലാണ്, ഇവരൊക്കെ അയോണിക്കാണ് തുടങ്ങിയ കുറച്ച് പ്രോപ്പർട്ടി ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റത്തെ എലമെൻറ്റ് അഥവാ സെക്കൻഡ് പീരീഡ് എലമെൻറ്റ് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തത കാണിക്കുന്നു. ഇതിൻ്റെ പേരാണ് അനോമലസ് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടികൾ ഓരോന്നായിട്ട് നമുക്ക് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് എലമെൻറ്റുകൾ പഠിക്കാനുണ്ട്. ഇത് എന്തുകൊണ്ടെന്നാൽ ആ ആറ്റമായിരിക്കും ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ ആറ്റം. ആ ആറ്റത്തിന് ചാർജ് ടു റേഡിയസ് റേഷ്യോ കൂടുതലായിരിക്കും. ആ ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മറ്റുള്ളവരേക്കാൾ കൂടുതലായിരിക്കും. ആ ആറ്റത്തിന് ഡി ഓർബിറ്റലുകൾ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പൈ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല വിത്ത് ഡി ഓർബിറ്റൽ. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ബോറോണിന് പരമാവധി BF4- വരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ബോറോണിന് ചുറ്റും 2s2 2p1 അല്ലേ. പരമാവധി പി ഓർബിറ്റലിൽ എത്ര വരെ പോകാം? ഇതിപ്പോൾ 2s എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ഇവിടെ പോകാം. ഇവിടെ പിയിൽ 6 ഇലക്ട്രോൺ വരെ പോകാൻ പറ്റും. മൊത്തം എത്ര ഇലക്ട്രോൺ വരെ പോകാൻ ഇവിടെ? 8 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 4 ബോണ്ട്. സോ ബോറോണിന് ചുറ്റും 4 ബോണ്ട് ഇടാൻ പറ്റുള്ളൂ മാക്സിമം. എന്നാൽ അതിന് നേരെ താഴെയുള്ള അലൂമിനിയത്തിനെ സംബന്ധിച്ചിടത്തോളം 3s2 3p1 വേണമെങ്കിൽ 3d അവിടെ വാക്കൻ്റായി കിടക്കുകയാണ്. സോ അലൂമിനിയത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ 2-ന് പുറമെ, ഇവിടുത്തെ 6-ന് പുറമെ, ഇവിടെ സംതിങ് നമുക്ക് കയറ്റാൻ പറ്റും. സോ അലൂമിനിയം ഞാൻ വരച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഈ 4-ന് പുറമെ 5ഉം 6ഒക്കെ ഇടാം. ദാറ്റ് മീൻസ് അലൂമിനിയം ക്യാൻ ഫോം ഹെക്സാഹാലൈഡ് ബട്ട് വൈൽ ബോറോൺ കനോട്ട്, കാരണം ഡി ഓർബിറ്റൽ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇത് ബോറോൺ ഫാമിലിയിലുള്ള ബോറോൺ, അലുമിനിയം, എന്താണ് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലി എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും പറ്റും ഇത്. പക്ഷേ ബോറോണിന് പറ്റില്ല. ബിക്കോസ് ഓഫ് ആബ്സെൻറ്റ് ഓഫ് ഡി ഓർബിറ്റൽ അഥവാ ഈ പറഞ്ഞ 4ാമത്തെ പോയിന്റ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി. ഇനി മറ്റൊരു അനോമലസ് പ്രോപ്പർട്ടിയിൽപ്പെട്ട മറ്റൊരു എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലിഥിയം ഫോംസ് കോവാലൻ്റ് കോമ്പൗണ്ട് ബട്ട് റിമൈനിങ് മെമ്പേഴ്സ് ഫോംസ് അയോണിക് കോമ്പൗണ്ട്. പിന്നെ അതേപോലെ ലിഥിയത്തിൻ്റെ കുറേ പ്രോപ്പർട്ടി മാഗ്നീഷ്യവുമായി റിസംബിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും ആ പ്രോപ്പർട്ടി അങ്ങനെ റിസംബ്ലൻസ് ഇല്ല. ഇനി മറ്റൊരു എക്സാമ്പിളായിട്ട് പറയാം ഡയഗണൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വേറൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ വേണമെങ്കിൽ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു ചോദ്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു. ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റത്തെ എലമെൻറ്റ് അഥവാ സെക്കൻഡ് പീരീഡാണ് എപ്പോഴും. ലൈക്ക് ഇപ്പോൾ ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ അങ്ങനെ പോവുകയാണെന്നിരിക്കട്ടെ. ഇവിടെ സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. ഈ മെമ്പേഴ്സിൽ ലിഥിയത്തിന് മഗ്നീഷ്യവുമായിട്ട് സ്വഭാവത്തിൽ സിമിലാരിറ്റി വരിക, ബെർലിയത്തിന് അലൂമിനിയവുമായിട്ടും വരിക, ബോറോണിന് സിലിക്കണുമായിട്ട് വരിക. ദീസ് സോർട്ട് ഓഫ് സിമിലാരിറ്റീസ് വിത്ത് ദ ഡയഗണൽ എലമെൻറ്റ് ഈസ് കോൾഡ് ഡയഗണൽ റിലേഷൻഷിപ്പ്. കണ്ടോ, ലിഥിയത്തിനും മഗ്നീഷ്യത്തിനും കുറേ പ്രോപ്പർട്ടി സിമിലാരിറ്റി ഉണ്ടാകും. ബെർലിയം അലൂമിനിയമായിട്ട്, ബോറോൺ സിലിക്കണുമായിട്ട്. ഇത് ഈ 6 ആൾക്കാർക്കേ ഉള്ളൂ കേട്ടോ. ആർക്കെ? ലിഥിയം വിത്ത് മഗ്നീഷ്യം, അതേപോലെ ഇവർക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കണം. കാർബൺ വിത്ത് അടുത്ത എലമെൻറ്റുമായിട്ടില്ല. ഈ 3 പെയർ ഓഫ് എലമെൻറ്റുകൾക്കേ ഉള്ളൂ. ആര്? ലിഥിയം മഗ്നീഷ്യം, ബെർലിയം അലൂമിനിയം, ബോറോൺ സിലിക്കൺ. ദിസ് ഡയഗണൽ റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ദാറ്റ്സ് ഓൾ. നോക്കിക്കോ, the first element of each group shows similarities with the second element of next higher group diagonally placed to them. കണ്ട? യെസ്. ഇതിന് കാരണം എന്താ? ഇതിന് അവിടെ ഉണ്ടല്ലേ ലിഥിയം വിത്ത് മഗ്നീഷ്യവുമായിട്ട്, ബെർലിയം വിത്ത് അലൂമിനിയം, ബോറോൺ വിത്ത് സിലിക്കൺ. ഇതിന് കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ്. കാരണം ലിഥിയത്തിനും മഗ്നീഷ്യത്തിനും ഒരേ സൈസ്, ഒരേ തന്നെ എക്സാക്റ്റ് അല്ല, ഓൾമോസ്റ്റ് സിമിലർ സൈസ്, സിമിലർ ഇലക്ട്രോ നെഗറ്റിവിറ്റി,
തുടങ്ങിയ കാരണങ്ങളൊക്കെയാണ് അതിന് കാര്യം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ബോറോൺ ക്യാൻ ഫോം BF4- വൈൽ അലൂമിനിയം ക്യാൻ ഫോം AlF63-. കാരണം ഇവിടെ ഡി ഓർബിറ്റിൽ ഇല്ല, ഇവിടെ ഉണ്ട്, നേരത്തെ പറഞ്ഞതാണ്. ഇനി അതേപോലെ കാർബൺ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് മെമ്പറിന് P മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ P ഡബിൾ ബോണ്ട് P എന്ന്, അല്ലെങ്കിൽ S ഡബിൾ ബോണ്ട് S ഒരു കോമ്പൗണ്ടിനകത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. സോ ഇതേപോലത്തെ ഫസ്റ്റ് മെമ്പർ ഓഫ് P ബ്ലോക്ക് എലമെന്റ് ഷോസ് ഗ്രേറ്റർ അവൈലബിലിറ്റി ടു ഫോം greater ability to form P multiple bond with itself and other elements. ഇപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് നൈട്രജൻ, ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ എന്ന കോമ്പൗണ്ടുകളൊക്കെ വളരെ ഫെമിലിയർ ആണ്. എന്നാൽ താഴേക്ക് വരുമ്പോൾ ഈ പ്രോപ്പർട്ടി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തല്ല, അനോമലസ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. അനോമലസ് പ്രോപ്പർട്ടിക്കുള്ള എക്സാമ്പിളാണ്. ഡയഗണൽ റിലേഷൻഷിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോപ്പർട്ടി ബോറോണിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇയാൾക്ക് പറ്റും, ഇവിടെ ഡി ഇല്ല, ഒരു അനോമലസ് പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ ഇവർക്ക് P മൾട്ടിപ്പിൾ ബോണ്ട് നല്ലോണം ഉണ്ടാക്കാൻ പറ്റും, ഇവിടെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവർ പിന്നെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുന്നില്ല എന്നല്ല. അപ്പോൾ P ഡബിൾ ബോണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് P ആണ്. ഇവിടെ P തന്നെയാണ്, അഥവാ P ഉപയോഗിച്ച് പൈ ബോണ്ട് ഉണ്ടാക്കുക എന്നർത്ഥം വരുന്നത് കേട്ടോ. അതൊക്കെ P ബ്ലോക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്ട്രക്ചർ ഓഫ് എന്താണ് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ് ഒക്കെ പഠിക്കാനുണ്ടാകുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ അങ്ങോട്ട് വല്ലാതെ കടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബാലൻസ് തെറ്റിപ്പോകും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇനി അടുത്തൊരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഓക്സൈഡ്സിൻ്റെ നാച്ചർ പറയാൻ നമ്മുടെ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ എലമെൻറ്റ് ഉദാഹരണത്തിൽ ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. നേരെ താഴെ എടുക്കുകയാണെങ്കിൽ സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് പോകുമ്പോൾ അവരുടെ ഓക്സൈഡ്സിൻ്റെ അസിഡിക് ക്യാരക്ടർ കൂടും, ഇങ്ങോട്ട് വരുമ്പോൾ ബേസിക് ക്യാരക്ടർ കൂടും. അപ്പോൾ നോക്കിക്കോ, ഇത് ബേസിക് ആണ്, ഇത് അസിഡിക് ആണ്. ഇനി ഏകദേശം മിഡിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഓക്സൈഡ്സ് ആംഫോട്രിക്കോ ന്യൂട്രലോ ആയി മാറും. സോ oxides of the element which present in the left side of the periodic tables are basic in nature and right are acidic in nature. The intermediate members possess either neutral or amphoteric character. Do you know what is amphoteric? ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ക്യാരക്ടർ കാണിക്കാൻ കഴിവുള്ളവർ. ഒരു ആസിഡിൻ്റെ അടുത്ത് വന്നാൽ അയാൾ ബേസിക് ആവും, ബേസിൻ്റെ അടുത്ത് വന്നാൽ അസിഡിക് ക്യാരക്ടർ കാണിക്കും, അവരെയാണ് ആംഫോട്രിക് എന്ന് വിളിക്കുക. നോക്കിക്കോ, സോഡിയം, മഗ്നീഷ്യം, അയണൊക്കെ ഈ സൈഡിലുള്ള ആൾക്കാർ ബേസിക്. സിങ്ക്, അലൂമിനിയം, ആർസനിക് ഇവരൊക്കെ ആംഫോട്രിക് ആണ്. ഇനി ആരൊക്കെയാണ് ആംഫോട്രിക് കാണിക്കുക എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇത് നിങ്ങൾ കാണാൻ പഠിക്കുക, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ മോണോക്സൈഡ്, ഡൈനൈട്രജൻ മോണോക്സൈഡ്, ഹൈഡ്രജൻ മോണോക്സൈഡ് അഥവാ വാട്ടർ, ഇവരെല്ലാം ന്യൂട്രൽ കാറ്റഗറിയിലാണ് വരിക. ഓക്കെ, എന്നാൽ സിലിക്കൺ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഫോസ്ഫറസ് പെൻഡോക്സൈഡ്, അതേപോലെ ക്ലോറിൻ്റെ ഓക്സൈഡ് അല്ലേ, ഇതെല്ലാം അസിഡിക്കാണ്. ക്ലോറിൻ്റെ Cl2O3, Cl2O4 ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഹയസ്റ്റ് ഓക്സിജൻ സ്റ്റേറ്റിലുള്ള കാണിച്ചിട്ടുള്ളത്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതിനനുസരിച്ച് അസിഡിറ്റി ഓഫ് ആസിഡ് ഫോംഡ് വിൽ ബി ഗ്രേറ്റർ. ഇതെങ്ങനെ ആസിഡ് ആവുന്നത്, ഇതിൻ്റെ അക്വ സൊല്യൂഷൻ വെള്ളത്തിലിട്ടാൽ നമുക്ക് ഇതെന്താവും, കറസ്പോണ്ടിങ് ആസിഡാവും, ഇത് കാർബോണിക് ആസിഡാവും, ഇത് ഫോസ്ഫോറിക് ആസിഡാവും അല്ലേ, ഇത് H2C അല്ലേ, എന്താണ് HClO4, HClO3 അങ്ങനത്തെ കറസ്പോണ്ടിങ് ഓക്സോ ആസിഡുകളായിട്ട് മാറും. അതാണ് അടുത്ത പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നോക്കിക്കോ, ടോപ്പ് ടു ബോട്ടം ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും, ലെഫ്റ്റ് ടു റൈറ്റ് അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇനിയിപ്പോൾ നോക്കി നമ്മൾ താഴേക്ക് വരികയാണ്. ഇപ്പോൾ ഗ്രൂപ്പ് 1 ലിഥിയം, സോഡിയം, പൊട്ടാസ്യം താഴേക്ക് ഇങ്ങനെ വരികയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഓക്സൈഡ്സിൻ്റെ ബേസിക് ക്യാരക്ടർ കൂടി വരും. ഇവിടെ കാൽസ്യം ഓക്സൈഡാണ് മോർ ബേസിക്, ഇത് ലീസ്റ്റ് ബേസിക് ആണ്. എന്നാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അസിഡിക് ക്യാരക്ടറാണ് കൂടുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോക്കിക്കോ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അസിഡിക് ക്യാരക്ടർ കൂടി വരുന്നു. ഇതൊക്കെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് ഓർത്തു വെക്കുമല്ലോ. ഇനി ഇവിടെ ചെറിയൊരു സംഭവം, സിങ്ക്, അലൂമിനിയം, ആൻറ്റിമണി, ജെർമേനിയം, ബെറിലിയം, ഗാലിയം, ബിസ്മത്ത്, lead, tin, polonium are generally amphoteric, or the oxides of those compounds are considered as amphoteric. അല്ലേ? അപ്പോൾ അതിലിപ്പോൾ പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ സിങ്കിൻ്റെതും അലൂമിനിയത്തിൻ്റെതും ആൻറ്റിമണിയുടേതും ഒക്കെ പെർഫെക്റ്റ്ലി ആംഫോട്ടറിക് ആണ്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ആംഫോട്ടറിക് ക്യാരക്ടർ വിത്ത് പ്രിഡോമിനൻ്റ് അസിഡിക് ക്യാരക്ടർ, ആംഫോട്ടറിക് ക്യാരക്ടർ വിത്ത് പ്രിഡോമിനൻ്റ് ബേസിക് ക്യാരക്ടർ എന്നൊക്കെ പറയും. മീൻസ് കുറച്ചും ആംഫോട്ടറിക് ആയിട്ട് ബിഹേവ് ചെയ്യുമെങ്കിലും ആസിഡ് ആവാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് V2O5 ഒക്കെ എക്സാമ്പിൾ ആണല്ലോ ഡി ബ്ലോക്കിൽ. എനിവേ ഇത് ഓർക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ഇതൊന്നുമല്ല, ജസ്റ്റ് എന്നാലും കേട്ടോളൂ. സൈനവും
അലിയും സെബിയും ചേർന്ന് ജർമ്മനിയിലെ ബെർലിനിലെ ഗാലറിയിൽ നിന്ന് ബിസ്ക്കറ്റിൻ്റെയും ഇതാരാണ് ലഡല്ലേ, ലഡുവിൻ്റെയും ടിന്ന് പൊക്കി. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ, ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോ. സൈനുവും അലിയും സെബിയും ചേർന്ന് ജർമ്മനിയിലെ ബെർലിൻ ഗാലറിയിൽ നിന്ന് ബിസ്ക്കറ്റിൻ്റെയും ലഡുവിൻ്റെയും ടിന്ന് പൊക്കി. ഓക്കെ, ഇനി ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ബിഹേവിയർ. ഇതൊന്നും ഇവിടെ പഠിക്കേണ്ടതല്ല, പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ കയറി വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് പറയാണ്, അക്രോസ് എ പീരീഡ് ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ്, മീൻസ് ഇലക്ട്രോണെ സ്വീകരിക്കാനുള്ള കഴിവ് കൂടുന്നു. അപ്പോൾ ഓക്സിഡൈസിങ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഡൗൺ എ ഗ്രൂപ്പ് ഓക്സിഡൈസിങ് പവർ കുറയും, പകരം റെഡ്യൂസിങ് പവറാണ് കൂടുക. ഇനി പീരിയോഡിക് ട്രെൻഡ് ആൻഡ് കെമിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഭാഗത്തുള്ള എലമെൻ്റാണ് മോർ റിയാക്റ്റീവ് എന്നുള്ളതാണ്. ലെഫ്റ്റ് സൈഡിലുള്ള എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇലക്ട്രോൺ വിടാനുള്ള കഴിവ് നല്ലോണം കൂടും. സോ ദേ ആർ ഹൈലി റിയാക്റ്റീവ്. റൈറ്റ് സൈഡിലുള്ള എലമെൻറ്റ് എക്സെപ്റ്റ് നോബിൾ ഗ്യാസസ് അവർക്ക് ഇലക്ട്രോൺ സ്വീകരിക്കാനുള്ള കഴിവ് നല്ലോണം കൂടുതലായിരിക്കും. സോ അവരും നല്ല റിയാക്റ്റീവാണ്. ഇവർ തമ്മിൽ കാണേണ്ട താമസം പെട്ടെന്ന് കോമ്പൗണ്ട് ഉണ്ടാക്കും. അതേ സ്ഥാനത്ത് നടുവിലുള്ള എലമെൻറ്റുകൾക്ക് റിയാക്ടിവിറ്റി കുറവായിരിക്കും. നെക്സ്റ്റ്, സം മോർ ഫാക്ട്. മാക്സിമം വർക്ക് ഓൺ transuranic was done by Seaborg. The first transuranic element, neptunium, atomic number 93, was synthesized by Macmillan. Elements of third period are known as typical elements. Elements of third periods are known as typical elements. ഏതൊക്കെ തേർഡ് പീരീഡ് ഉള്ളത്? സോഡിയം, മെഗ്നീഷ്യം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. Elements of third periods are also called bridge element as the division into subgroups A and B in Mendeleev's periodic table started from these elements. ആക്ച്വലി തേർഡ് പീരീഡിലാണ് പറയാറുണ്ടെങ്കിലും ബെർലിയത്തിനെ മെഗ്നീഷ്യത്തിനൊക്കെ ബ്രിഡ്ജ് എലമെൻ്റ് ആയിട്ട് പറയാറുണ്ട് കേട്ടോ. ദെൻ ഓൺലി മെർക്കുറി ഈസ് ലിക്വിഡ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, അഥവാ എമംഗ് മെറ്റൽ മെർക്കുറിയാണ് ലിക്വിഡായിട്ട് കാണപ്പെടുക. ദ സ്മോളസ്റ്റ് കാറ്റയോൺ ഈസ് ഹൈഡ്രജൻ പ്ലസ്, ജസ്റ്റ് 1.5 × 10⁻³ പൈക്കോമീറ്ററിലാണ് അതിൻ്റെ വലിപ്പം. പ്രോട്ടോണാണ്. ദ ലാർജസ്റ്റ് കാറ്റയോൺ ഈസ് സീഷ്യം പ്ലസ്, ദാറ്റ് ഈസ് 169 പൈക്കോമീറ്റർ. ചാൽക്കോജൻസ് ആർ ദ നെയിം ഓഫ് ഓക്സിജൻ ഫാമിലി ബിക്കോസ് ദേ ആർ നോൺ ആസ് producers of Os. Halogens means producers of salt. 17th group members are called halogens. The effective nuclear charge, that is attraction of nucleus on any electron, equals nuclear charge minus shielding effect of electron between the nucleus and the electron being studied. And the shielding effect, screening constant എന്നൊക്കെ പറയും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ we have a rule called Slater's rule. അത് നമുക്ക് പഠിക്കാനില്ലെങ്കിലും ഞാൻ ലാസ്റ്റിലേക്ക് വിശദീകരിക്കുന്നുണ്ട്. IUPAC has accepted only 5 elements as metalloid: germanium, arsenic, antimony, tellurium and polonium. ഓക്കെ, സിലിക്കൺ ജെർമേനിയം എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. സിലിക്കൺ IUPAC അംഗീകരിച്ചിട്ടില്ല കേട്ടോ. യെസ്. ടങ്സ്റ്റൺ ഹാസ് ദ മാക്സിമം മെൽറ്റിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് 3410. ഇതെല്ലാം നമുക്ക് ഡി ബ്ലോക്കിൽ വരുന്നുണ്ട്. ആൻഡ് കാർബൺ ഹാസ് ദ മാക്സിമം മെൽറ്റിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് ഡയമണ്ടിന് 3727 ഡിഗ്രി സെൽഷ്യസ് എമംഗ് നോൺ മെറ്റൽസ്. Helium has the minimum melting point, that is -270 degrees Celsius. Cesium and gallium. Cesium, gallium and mercury are known in liquid state at 30 degrees Celsius. ഓർമ്മയുണ്ടല്ലോ, സീഷ്യവും ഗാലിയം മേക്ക അലൂമിനിയം എന്ന പേരിൽ അറിയപ്പെട്ട ആളല്ലേ, കയ്യിൽ വെച്ച് ഒരുക്കി പോകുന്ന എലമെൻ്റ് അല്ലേ. അത് 30 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ എന്തായി പോകും? ലിക്വിഡായിട്ട് പോകും. അപ്പോൾ സീഷ്യവും ഗാലിയവും മെർക്കുറിയും ലിക്വിഡ് മെറ്റലാണ് 30 ഡിഗ്രിയിൽ. എന്നാൽ 25 ഡിഗ്രിയിൽ നിങ്ങൾക്ക് ലിക്വിഡായിട്ട് കിട്ടണമെങ്കിൽ അത് ആര് മാത്രമേ ഉള്ളൂ? അത് ബാക്ക് പേജിലാണ് അല്ലേ. അതാരേ ഉള്ളൂ? 25 ഡിഗ്രിയിൽ ലിക്വിഡായിട്ട് കാണപ്പെടുന്ന എലമെൻ്റ് ആരാ? അത് മെർക്കുറിയാണ്. എവിടെ അത്? യെസ്, ഹിയർ ഈസ്. 25 ഡിഗ്രി സെൽഷ്യസിൽ മെർക്കുറി മാത്രമാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുക. നെക്സ്റ്റ്, സ്ലേറ്റേഴ്സ് റൂൾ. നമുക്കറിയാം സ്ലേറ്റേഴ്സ് റൂളിനെ പറ്റി ജസ്റ്റ് പറഞ്ഞു വെച്ചു. എന്ത്? സ്ക്രീനിങ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് Z effective equals ന്യൂക്ലിയർ ചാർജ്, ദാറ്റ് ഈസ് Z മൈനസ് സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് S. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നീറ്റ് ലെവലിലൊന്നും ചോദിക്കാറില്ല, നീറ്റ് JEE ലെവലിലൊന്നും ചോദിക്കാറില്ല. എന്നിരുന്നാലും അത് അറിഞ്ഞിരുന്നാൽ നല്ലതാണല്ലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വല്ലാതെ സമയം കളയണ്ട, ഞാനത് വിശദീകരിക്കാൻ പോവാണ്. ദിസ് ഈസ് കോൾഡ് സ്ലേറ്റേഴ്സ് റൂൾ. ഞാൻ ആ സ്ലേറ്റേഴ്സ് റൂളിലേക്ക് വരികയാണ്.
യെസ്, എന്താണ് സ്ലേറ്റേഴ്സ് റൂള്? സ്ലേറ്റേഴ്സ് റൂളിൽ നമ്മൾ Z എഫക്റ്റീവ് ഈക്വൽസ് അറ്റോമിക് നമ്പർ മൈനസ് സ്ക്രീനിങ് കോൺസ്റ്റൻ്റ് ആണല്ലോ ചെയ്യേണ്ടത്. സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് ഫ്രം 1s ഇലക്ട്രോൺ ഈസ് 0.30. 1sൽ നിന്ന് കിട്ടുന്നത് 0.30 ആണ്. ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഹീലിയത്തിൻ്റെ കേസിലാണ്. ഇപ്പോൾ ഹീലിയം എടുക്കുകയാണെങ്കിൽ ഹീലിയത്തിൽ 1s2 ആണല്ലോ. ഈ 1s2 എന്ന് പറയുമ്പോൾ ഈ ഒരു ഇലക്ട്രോണിലേക്ക് ഈ ഇലക്ട്രോൺ എത്ര ഷീൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിലേക്ക് അനുഭവപ്പെടുന്ന ഷീൽഡിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഈ ഇലക്ട്രോണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം 1sൽ 0.3 ആണ് ഷീൽഡിംഗ് വരിക. ഇയാളുണ്ടാകുന്ന ഷീൽഡിംഗ് 0.3, ഇയാൾക്ക് ഉണ്ടാകുന്ന ഷീൽഡിംഗ് 0.3. സോ ന്യൂക്ലിയസിൻ്റെ അടുത്ത് 2 പ്രോട്ടോൺ ഉണ്ട്, അഥവാ അറ്റോമിക് നമ്പർ 2 ആണ്. ഇയാൾ അതിൽ 0.3 ഷീൽഡ് ചെയ്യും. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഔട്ടർ ഷെല്ലിലേക്ക് കിട്ടുക 1.7 ആണ്. അപ്പോൾ നോക്കണേ, ഇവിടെ 2 പവറുള്ള പ്രോട്ടോൺ ഉണ്ടല്ലോ. ആ പ്രോട്ടോണിൽ നിന്ന് ഇങ്ങോട്ടും വീതം വെക്കുമ്പോൾ ഇയാൾക്ക് കൊടുക്കുന്ന സമയത്ത് അയാൾക്കും, അയാൾ കൊടുക്കുന്ന സമയത്ത് ഇയാൾക്കും ഉണ്ടാവുന്ന അട്രാക്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഷീൽഡിങ്. അതുവഴി 1.7 ആണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓരോ ഇലക്ട്രോണിലേക്കും കിട്ടുക. അതേപോലെ ഇനി ഇത് 1sൻ്റെ കേസ് കഴിഞ്ഞു. അത് ഹീലിയത്തിന് മാത്രമേ 1sൻ്റെ കേസ് പറയാനുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാക്കിയുള്ള കേസുകളാണ്. NSഉം NPയും ആണെങ്കിൽ, അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആറ്റത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഷെല്ലുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എസ് ആണെങ്കിലും പി ആണെങ്കിലും നമ്മൾ 0.35 ആണ് എന്താക്കിയെടുക്കുക, 0.35 ആണ് അവിടുത്തെ സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് വരിക. ഇനി തൊട്ട് ഉള്ളിലത്തേതുണ്ടല്ലോ, തൊട്ട് ഉള്ളിലത്തേതാണെങ്കിൽ അത് എസ് ആണെങ്കിലും പി ആണെങ്കിലും ഡി ആണെങ്കിലും എഫ് ആണെങ്കിലും ഒക്കെ ദാറ്റ് ഈസ് പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയും. നമ്മൾ അതിന് 0.85 ആണ് അതിൻ്റെ സ്ക്രീനിങ് ആക്കി എടുക്കുക. ഇനി N-2 അഥവാ ആൻറ്റി പെനൾട്ടിമേറ്റും അതിൻ്റെ ഉള്ളിലുള്ള ആരാണെങ്കിലും, ഇപ്പോൾ ഇതാണെങ്കിലും ഒക്കെ തന്നെ 1 ആണ് എന്താക്കിയെടുക്കുക, അതിൻ്റെ സ്ക്രീനിങ് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുക. ഇനി സ്ലേറ്റേഴ്സ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ പറയപ്പെട്ട ആറ്റങ്ങളുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാണാം. ഫസ്റ്റ് ലിഥിയം എന്ന് പറയുമ്പോൾ ഞാൻ ലിഥിയത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ഇവിടെ വരച്ചോട്ടെ. ഇതായിക്കോട്ടെ ലിഥിയത്തിൻ്റെ ന്യൂക്ലിയസ്. ഇത് ഫസ്റ്റ് ഷെല്ല്, ഇത് സെക്കൻഡ് ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിലേക്ക് അനുഭവപ്പെടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എത്രയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പിലുള്ള ഈ ഷെല്ല് ഷീൽഡ് ചെയ്യുന്നുണ്ട്. അതിലുള്ള 2 ഇലക്ട്രോണുകൾ ഏതൊക്കെയാണ്? 2 ഇലക്ട്രോൺ, 1s 2 ഇലക്ട്രോൺ, 1s1ഉം 1s2ഉം. ആ 2 ഇലക്ട്രോണാണ് ഷീൽഡ് ചെയ്യുന്നത്. അത് ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്നും എഴുതാനില്ല. പിന്നെ N-1 ആയതുകൊണ്ട് 2 ഇലക്ട്രോണിന് 0.85 വീതം കിട്ടുമ്പോൾ ദാറ്റ് ഈസ് 1.7 ഉണ്ടായിരിക്കും അല്ലേ. ഇനി അതിൻ്റെ ഉള്ളിൽ വേറെ ഷെല്ലില്ലാത്തതുകൊണ്ട് N-2 ഇല്ല. സോ ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത് 1.70 അഥവാ 1.7 ആണ്. ഈ 1.7 Z എഫക്റ്റീവ് കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? Z എഫക്റ്റീവ് ഈക്വൽസ് അറ്റോമിക് നമ്പർ മൈനസ് സ്ക്രീനിങ് ആണ്. അറ്റോമിക് നമ്പർ ലിഥിയത്തിന് 3 ആയതുകൊണ്ട് 3 മൈനസ് 1.7 ആണ് ചെയ്യേണ്ടത് അല്ലേ. 3 മൈനസ് 1.7 എത്രയാ? 3 മൈനസ് 1.7 എന്ന് പറയുമ്പോൾ 1.3. ഓക്കെ, അതാണ് എന്ത് ഇതാണ് ഇതിൻ്റെ സ്ക്രീനിങ്, റൈറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ എലമെൻറ്റിലേക്ക് വരാം, ബെർലിയത്തിൽ ഞാൻ ഇതേപോലെ പറയുകയാണെങ്കിൽ ഉള്ളിലുള്ള 2 ഇലക്ട്രോണിന് പുറമെ പുറത്ത് 1 ഇലക്ട്രോണും കൂടെ ഉണ്ട്. സോ ഈ ഉള്ളിലുള്ള ഷീൽഡിങ്ങിന് പുറമെ ഈ ഇലക്ട്രോണും കൂടെ ഈ ഇലക്ട്രോണിനെ ഷീൽഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഇലക്ട്രോണും കൂടെ ഈ ഇലക്ട്രോണിനെ ഷീൽഡ് ചെയ്യും. മൊത്തം 3 ഇലക്ട്രോണിനുള്ള ഷീൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഉള്ളിലത്തെ കണക്ക് ഇതേപോലെ തന്നെയാണ്. N-1ൽ 2 ഉണ്ടായതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് 2 × 0.85 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1.7 എന്ന് എഴുതാം. ഇവിടെ N-2 ഇല്ല, ദാറ്റ് ഈസ് ഉള്ളിൽ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ ഇല്ല. ഇനി NSൽ എത്ര ആളുണ്ട്? ദാറ്റ് മീൻസ് ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. 1 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എത്ര നമ്മൾ എടുക്കുക? 0.35 ആണ് എടുക്കുക. സോ ഇവിടെ 1 × 0.35. ഇതിപ്പോൾ എത്ര വരിക? 1.7 + 0.35. 1.7 + 0.35 എന്ന് പറയുമ്പോൾ 2.05 വരും അല്ലേ. വരിക 1.7 + 0.3 2.05 വരും.
അതിനെ 4 കുറക്കുക, 4 - 2.05 എത്ര കിട്ടുക? 1.95 എന്ന് കിട്ടും. റൈറ്റ്? ഇതാണ്. ഇനി നമ്മൾ ബോറോണ്ടത് കാണാം. ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ദിസ്. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഉള്ളിൽ 2 ഇലക്ട്രോണും പുറത്ത് 3 ഇലക്ട്രോൺ ഉണ്ട്. ഈ 3 ഇലക്ട്രോണിൽ നമ്മൾ ഏതിലേക്കുള്ള സ്ക്രീനിങ് നോക്കിയാലും എങ്ങനെ ഉണ്ടാവുക? ഉള്ളിലത്തെ 2ഉം പുറത്ത് 2ഉം ഉണ്ടാവും. സോ ഉള്ളിലത്തെ 2 ഇതേപോലെ തന്നെ ആയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ എഴുതിയിട്ട് ഇവിടെ 1.7 എന്ന് എഴുതട്ടെ, നോ പ്രോബ്ലം. അതിൻ്റെ പുറത്തുള്ളത് 2 ഇലക്ട്രോൺ അല്ലേ? പുറത്ത് 2 ഇലക്ട്രോൺ ആകുമ്പോൾ ഐ ക്യാൻ റൈറ്റ് 2 × 0.35. ഇതെത്ര വരിക? 0.70 അല്ലേ? 2 × 0.35 0.7. സോ 1.7 + 0.7 ടോട്ടൽ എത്ര വരിക? 2.4 വരും. 2.4. ഈ 2.4 എന്നുള്ളത് ഇവിടത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 5 - 2.4 ദാറ്റ് ഈസ് 2.6 ആണ് കിട്ടുക. റൈറ്റ്? ഇതാണ് എന്ത്? ഇതിൻ്റെ ഒക്കെ സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ? യെസ്. ഞാൻ ഒന്നും കൂടെ ചെയ്തിട്ട് നിർത്തുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാം. ഇതൊക്കെ 2p ആയതുകൊണ്ട് എല്ലാം ഒരേപോലെ തന്നെയാണ്. ഇനി 2p കഴിഞ്ഞ് 3ലേക്ക് വരുന്ന സമയത്താണ് വ്യത്യസ്തമായി ഒന്ന് വരിക. നമുക്കൊന്നും ചെയ്യാണ്ടാവില്ലേ? ഞാനൊരു ഏകദേശം ധാരണ പറയുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഓക്സിജൻ്റെ കൂടെ നമുക്ക് ചെയ്യാം അല്ലേ? ഓക്സിജൻ എന്ന് പറയുമ്പോൾ അതിന് ഈ പറഞ്ഞ മാതിരി 1s ഉണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് 1s-ൽ 2 ഇലക്ട്രോണ്, 2s-ൽ 2ഉം 2p-ൽ 4, മൊത്തം 6 ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ. ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 4 5 6 ഉണ്ട്. ഈ 6 എണ്ണത്തിൽ ഒരെണ്ണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരെണ്ണത്തിലേക്കുള്ളതാണ് പോകുന്നത്. അപ്പോൾ ബാക്കി 5 ആൾക്കാരും ഷീൽഡ് ചെയ്യുമല്ലോ. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? 5 ഇൻറ്റു ചെയ്യേണ്ടി വരും. ഇവിടെ ഔട്ടർ മോസ്റ്റിൽ 5 × 0.35. ഇത് എസ് ആണെങ്കിലും പി ആണെങ്കിലും ഒക്കെ ഒരേപോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. 0.35 ആണ്. ഇത് എത്ര വരിക? 5 × 0.35 എന്ന് പറയുമ്പോൾ അത് 1.75 വരൂലേ? സോ NS അഥവാ ഔട്ടർ മോസ്റ്റിൽ നിന്ന് 1.75 കിട്ടും. ഇനി ഉള്ളിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഇവിടെയും 2 × 0.85 തന്നെ ഉള്ളൂ. ദാറ്റ് ഈസ് 1.7 ആണ്. അപ്പോൾ ഇവിടെ 1.75 + 1.7 ആണ് ഇവിടെ ആഡ് ചെയ്യാനുള്ളത്. അത് എത്ര ഉണ്ടാവുക? 1.7 + 1.75 എത്ര വരിക പറ? 1.7 + 1.75 14 × 4 3.45 വരും. 3.45 ആണ് ടോട്ടൽ വരിക. 3.45 ആണ് എന്ത് ടോട്ടൽ വരിക. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? അറ്റോമിക് നമ്പർ എത്രയാണ് ഇതിൻ്റെ? ഓക്സിജൻ്റെ 8. 8-ന്ന് 3.45 കുറച്ചാൽ മതി. 8 - 3.45 3.45 എത്ര വരും? 4.55 വരും അല്ലേ? 4.55 വരും. ഇതാണ് അതിൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, ഇതേമാതിരി ബാക്കി നിങ്ങൾ കണ്ടെത്തുമല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഭാഗം കഴിയും. ദാറ്റ് ഈസ് പീരിയോഡിക് ട്രെൻഡ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റി കൂടിക്കൂടി വരികയാണ്. 1.95 ദെൻ 2.6 അങ്ങനെ കൂടി വരികയാണ്. ആദ്യം 1.3 ദെൻ 1. ലിഥിയത്തിന് എത്രയാണ്? 1.3 ദെൻ 1.95 ദെൻ 2.6 ദെൻ അങ്ങനെ കൂടി 4.55 അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടോപ്പ് ടു ബോട്ടം വരികയാണെങ്കിൽ റിമെയിൻ സെയിം ആയിരിക്കും. ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലേക്ക് കൂടും. പക്ഷേ സോഡിയം പിന്നെ അങ്ങോട്ട് പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം ഒക്കെ ഒരേ വാല്യൂ ആണ് വരിക. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡൗൺ ദ ഗ്രൂപ്പ് റിമെയിൻ ഓൾമോസ്റ്റ് സെയിം ബട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിലേക്ക് പോയാലോ? കുറച്ച് ക്വസ്റ്റ്യൻസ്. ദ ഡയഗണൽ പാർട്ട്ണർ ഓഫ് എലമെൻറ്റ് ബോറോൺ ഈസ്, നോക്കാം നമുക്ക്. ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. ലിഥിയത്തിന് നേരെ താഴെ സോഡിയം, ബെറിലിയത്തിന് നേരെ താഴെ മെഗ്നീഷ്യം, ബോറോണിന് നേരെ താഴെ സിലിക്കൺ, ബോറോണിന് താഴെ അലൂമിനിയം, കാർബണിൻ്റെ താഴെ സിലിക്കൺ. ഇപ്പോൾ ചോദ്യം ആരാണ്? ഈ ബോറോണിൻ്റെ ആരാണെന്ന്. ബോറോണിൻ്റെ സിലിക്കൺ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സൈഡ് ഈസ് മോസ്റ്റ് അസിഡിക്? എവിടെ ഏറ്റവും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ അലൂമിനിയം ഉണ്ട്, അതിൻ്റെ അപ്പുറമുള്ള ഫോസ്ഫറസ് ഉണ്ട്, അതിൻ്റെ ഇപ്പുറമുള്ള സിലിക്കൺ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഫോസ്ഫറസ് അല്ലേ ഏറ്റവും അപ്പുറത്തുള്ളത്. ശരിക്കും എങ്ങനെയുള്ളത്? മഗ്നീഷ്യം കഴിഞ്ഞിട്ട് അലൂമിനിയം കഴിഞ്ഞ് സിലിക്കൺ കഴിഞ്ഞ് ഫോസ്ഫറസ് കഴിഞ്ഞ് അങ്ങോട്ട് സൾഫർ കഴിഞ്ഞ് ക്ലോറിനാണ്.
അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക ക്ലോറിൻ്റെത്, പിന്നെ സൾഫറിൻ്റെത്, പിന്നെ ഫോസ്ഫറസിൻ്റെ, അങ്ങനെയാണ് മോർ അസിഡിക് ആവുക. അതിൽ ഈ തന്നിട്ടുള്ളതിൽ മൂന്നാമത്തതാണ് ആൻസർ. Which of the following statement is not correct about their electron gain enthalpy? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കംസ് ലെസ് നെഗറ്റീവ് ഫ്രം ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. അത് ശരിയാണല്ലോ, താഴത്തേക്ക് വരുമ്പോൾ ലെസ് നെഗറ്റീവ് ആകും. ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കംസ് ലെസ് നെഗറ്റീവ് ഇൻ എ പീരീഡ് ഫ്രം ലെഫ്റ്റ് റൈറ്റ്. അതും ശരിയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള തെറ്റ് ഏതാണെന്നാണ്. ദ എലമെന്റ് ഹാവിംഗ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ലൈക്ക് നോബിൾ ഗ്യാസസ് ഹാവ് ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതും ശരിയാണ്. പിന്നെ എന്താ തെറ്റ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഓർ ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സക്സീഡിങ് എലമെൻറ്റ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഈസ് ഇവിടെ എന്തോ ഒരു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്തോ ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇതേ വരാൻ ചാൻസ് ഉള്ളൂ. സോ ഇതൊക്കെ ശരിയായ ഉത്തരങ്ങളാണ്. ഉത്തരം ഇതായിരിക്കണം തെറ്റാൻ സാധ്യത. നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട നോളജ് ഫ്ലൂറിനേക്കാൾ ക്ലോറിന് കൂടുതലാണ്, ഓക്സിജനേക്കാൾ സൾഫറിന് കൂടുതലാണ്. അഥവാ സക്സീഡിങ് എലമെൻറ്റിനേക്കാളും ഇവർക്ക് കുറവാണ് എന്നുള്ളതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഗ്രേറ്ററും ലെസ്സും പറയാത്തതുകൊണ്ട് ഒന്നുമില്ല. ഇവിടെ ലെസ് ദാൻ എന്ന് പറയുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവും, ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവും. ഓക്കെ, നെക്സ്റ്റ്. ഇൻ എനി പീരീഡ് ദ വാലൻസി ഓഫ് ആൻ എലമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ. റെസ്പെക്ട് ടു ഓക്സിജൻ ആണെങ്കിൽ നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ സോഡിയം ഫാമിലി എടുക്കുകയാണെങ്കിൽ Na2O, ദെൻ സോഡിയം കഴിഞ്ഞാൽ മഗ്നീഷ്യം MgO, ദെൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അലൂമിനിയം Al2O3, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിലിക്കൺ SiO2, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോസ്ഫറസ് P2O5, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൾഫർ SO3, പിന്നെ ക്ലോറിൻ Cl2O7 അല്ലേ? സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. അങ്ങോട്ട് പോകുമ്പോൾ വാലൻസ് ഇവിടെ 1 ഇവിടെ 2 3 4 5 6 7 അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നോബിൾ ഗ്യാസിൻ്റെ ഉണ്ടല്ലോ O4 XeO4, ഇവിടെ എത്രയാണ്? 8. കൂടുമ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. സോ ഇൻക്രീസസ് 1 by 1 ഫ്രം 1A to 7A. അത് ശരിയാണ്. ഡിക്രീസസ് തെറ്റാണ്. ബാക്കിയൊന്നും നോക്കേണ്ടതില്ല, തെറ്റായിരിക്കുമല്ലോ. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Magnesium and lithium are similar to their properties due to they have same charge to mass ratio. അത് ശരിയാണ്. സെയിം ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റി സെയിം അല്ല. സെയിം ഗ്രൂപ്പാണോ മാഗ്നീഷ്യം ലിഥിയം? അല്ല. സെയിം അയോണൈസേഷൻ പൊട്ടൻഷ്യൽ ആണോ? സിമിലർ അല്ല, കാരണം ലിഥിയത്തിന് കുറവായിരിക്കും അല്ലേ? സോ ബെസ്റ്റ് ഓപ്ഷൻ 1. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ബാക്കി എസ് ബ്ലോക്കും ബി ബ്ലോക്കും പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ എൻറിച്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു ചെറിയ സിമ്പിൾ ചാപ്റ്റർ തീർന്നിട്ടുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി അല്ലേ? ബൈ.